ഹായ് മക്കളെ, നമ്മൾ നോക്കുന്നത് +1 ഒന്നാമത്തെ ചാപ്റ്റർ ആണ്, യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്. എല്ലാവരും മാത്സ് എക്സാം ഒക്കെ എഴുതി, ചില ആളുകളൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. പക്ഷെ അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട, അതിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, ഫിസിക്സ് നന്നായി ഫോക്കസ് ചെയ്യാം. ഫിസിക്സ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഓരോ ചാപ്റ്ററിലെ ഫുൾ പോർഷൻ ആണ്, വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സാർക്ക് ഒരു ലൈക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും തരിക. കാരണം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി വളരെ ഈസി ആയിക്കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. വളരെ ഈസി ആയിക്കൊണ്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഇല്ലാണ്ട് ഏത് റേഞ്ചിലെ കുട്ടി ആയിക്കോട്ടെ, വളരെ ബിലോ എവറേജ് ആയിക്കോട്ടെ, ഏത് ലെവലിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ +1 ഇപ്പൊ സ്കൂളിലൊക്കെ പോയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികളാണെങ്കിലും ഈ ചാപ്റ്ററിൽ എക്സാമിന് വരുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഞാനത് പഠിപ്പിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി കഴിയുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സാർക്ക് ഒരു ലൈക്ക് തരണം, അത് മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യണം, കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം കേട്ടോ. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാൻ, നമുക്ക് സമയം കളയാനില്ല, എക്സാം അടുത്തെത്താറായി. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് അടിപൊളിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ചാപ്റ്റർ പഠിക്കാം കേട്ടോ. സോ ചാപ്റ്ററിലോട്ട് പോവാം. യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്. ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിന് വന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും, എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ മാത്രം മതി, നിങ്ങൾക്ക് ഷുവർ ആണ് ഈ ചാപ്റ്ററിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ആൻസർ ചെയ്യാൻ. ഇത് 100% ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടിയാണ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എടാ, ഫസ്റ്റ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വാട്ട് ഈസ് SI യൂണിറ്റ് അല്ലെ. നമ്മൾ തുടങ്ങുന്നത് തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സുകൾ പഠിക്കുകയും അതുപോലെ തന്നെ അതിന്റെ മെഷർമെന്റ്, എന്താണ് മെഷർമെന്റ്, അല്ലെങ്കിൽ എന്തിനാണ് ഇത് കോമൺ ആയിട്ടുള്ള SI യൂണിറ്റ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുള്ളതൊക്കെ നമ്മളിവിടെ നോക്കുന്നത്. എടാ, വളരെ ഈസിയാണ്. നിങ്ങൾ ഭയങ്കര ടെൻഷനായിട്ട് ഭയങ്കര സംഭവമായിട്ട് പഠിക്കാതിരുന്നാൽ മതി. വളരെ കൂളായിട്ട് നിങ്ങൾ ഇത് പഠിക്കുകയാണെങ്കിൽ ആർക്കും എന്ത് ചെയ്യാവുന്ന, അത് എക്സാമിന് ആൻസർ ചെയ്യാവുന്ന. മനസ്സിലായില്ലേ? നിങ്ങളിതൊരു വലിയ ആനക്കാര്യം പോലെ ഇത് പഠിക്കാൻ പോകരുത്. അങ്ങനെ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഇത് ടെൻഷൻ ആവും, അതിന്റെ ആവശ്യമില്ല. കാരണം വളരെ ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. നോക്കാം നമുക്ക് കേട്ടാ. സോ വാട്ട് ഈസ് SI യൂണിറ്റ്? എടാ, SI യൂണിറ്റ് എന്താണെന്ന് എക്സാമിന് ചോദിക്കൊന്നുമില്ല. സിംപ്ലി ഇന്റർനാഷണൽ പറഞ്ഞ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ്. അതായത് നമുക്ക് ഈ ലോകത്തിലെ എല്ലാ ആളുകൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മെഷർമെന്റിനെയാണ് എന്ത് പറയുന്നത്, SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ കേരളത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിലും, അമേരിക്കയിലുള്ള ആളാണെങ്കിലും, കാനഡയിലുള്ള ഏത് രാജ്യത്തുള്ള ആളുകളാണെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സിസ്റ്റം വേണം അല്ലെ. കോമൺ ആയിട്ട് ഒരു അളവിനൊക്കെ ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റം അത് മാത്രമല്ല, നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള പർപ്പസുകൾ ഉണ്ടായിരിക്കും അല്ലെ. സയന്റിഫിക് ആയിട്ടുള്ള പർപ്പസുകൾ, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരേപോലെ. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ അറിയില്ലേ, ഇപ്പൊ നമ്മൾ ലാംഗ്വേജ് പറയില്ലേ. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു കോമൺ ലാംഗ്വേജ് ആണ്. എവിടെ ഏത് രാജ്യത്ത് പോലും നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഗ്ലോബലി അംഗീകരിച്ച ഒരു ഭാഷയാണല്ലോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതേസമയം മലയാളം അങ്ങനെയാണോ? നമ്മൾ ഏത് രാജ്യത്ത് പോലും മലയാളം പറയാൻ പറ്റില്ല അല്ലെ നമ്മള്. അപ്പൊ അതേപോലെ തന്നെ അളവുകൾക്ക് എന്തുണ്ട്, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് SI യൂണിറ്റ്സ്. ഓക്കേടാ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എന്താ SI യൂണിറ്റ്സ് ഒന്നും പഠിക്കണ്ട, അതൊന്നും എക്സാമിനുള്ള ക്വസ്റ്റ്യനേ അല്ല. എടാ, നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് 7 SI യൂണിറ്റുകളാണുള്ളത്. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 7 SI യൂണിറ്റുകൾ. അപ്പൊ എക്സാമിന് എങ്ങനെ ചോദിക്കുന്ന വെച്ചാല്, നമുക്ക് ഇതുപോലെ SI യൂണിറ്റുകൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ അവരുടെ നെയിമും അവരുടെ സിംബലുകളും നമ്മൾക്ക് പഠിക്കണം. ഇത് വളരെ ഈസിയാടാ, ഒരു ടഫോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. സോ ബേസിക്കലി നിങ്ങൾ നോക്കുക, ലെങ്ത്, അളവ്. അപ്പൊ ഈ അളവെന്ന് പറയുന്ന ഇപ്പൊ ലെങ്ത്, ഇപ്പൊ ജനറലി ലെങ്ത്, ഈ അളവ് അല്ലെ, നമ്മൾ സാധാരണ നീളം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, സെന്റിമീറ്ററിൽ അളവ് വേണമെങ്കിൽ പറയാം, മീറ്ററിൽ പറയാം അല്ലെ, ഇഞ്ചസിൽ പറയാം അല്ലെ, എത്ര ഇഞ്ചാണെന്ന് പറയാം അല്ലെ, പല അളവുകളും ഉണ്ട്. എന്നാൽ SI യൂണിറ്റിൽ ലെങ്ത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതായത് ഈ ലോകത്തെ എല്ലാ ആളുകൾക്കും സയന്റിഫിക്കലി ഇതിൽ ഏതാണെന്നുള്ളതാണ്, സെന്റിമീറ്റർ ആണോ, മീറ്റർ ആണോ, ഇഞ്ചസ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ലെങ്ത്തിന് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ പല അളവുകൾ നമ്മൾ അളക്കാറുണ്ട്. എന്നാൽ ഈ SI യൂണിറ്റ് സിസ്റ്റത്തിൽ ലെങ്തിനെ എങ്ങനെയാണ് അളക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അതേപോലെ എല്ലാ കാര്യത്തിലും കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലെങ്ത് ആണ്.
നിങ്ങൾക്ക് അറിയാം ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ SI യൂണിറ്റിൽ അതിന്റെ നെയിം എന്താടാ, എല്ലാവർക്കും അറിയാം, നമ്മൾ മീറ്റർ ആണ് എന്ത് ചെയ്യാം, നമ്മൾ മീറ്റർ ആണ് എടുക്കുക. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് പോവുക. യൂണിറ്റ്സ്, നെയിം, സിമ്പിളുകൾ നിങ്ങൾ നോട്ട്സ് സെറ്റ് ആക്കുക. ജസ്റ്റ് ലെങ്ത് നോട്ട് ചെയ്യുക. ലെങ്ത്തിന് എന്താണ് പറയാ, മീറ്റർ എന്നാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, സ്മോൾ ലെറ്റർ M എന്ന് കൊടുക്കാം. സ്മോൾ ലെറ്റർ M എന്ന് കൊടുക്കാം അല്ലെ, മീറ്ററിന്റെ ലെറ്റർ തന്നെ M എന്ന് കൊടുത്താൽ മതി. മനസ്സിലായ? അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ അംഗീകരിച്ചുള്ളത് എന്താടാ, ലെങ്ത്തിന് എന്താടാ, മീറ്റർ ആണ്. അതിന്റെ സിമ്പിൾ എന്താടാ, M ആണ്. സെക്കൻഡ് വൺ മാസ് ആണ്. മാസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് ഭാരം എന്നുള്ള മീനിങ്ങിൽ ഒരു വെയിറ്റ് ഉള്ള വസ്തു. ഇപ്പൊ എനിക്കൊരു മാസ് ഉണ്ട് അല്ലെ, നിങ്ങൾക്കൊരു മാസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിന് മാസ് ഉണ്ട് അല്ലെ. എല്ലാത്തിനും ഒരു സൂചിപ്പിന്നാണെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തു ആണെങ്കിൽ കൂടി അതിനെന്തുണ്ടടാ, ഒരു മാസ് ഉണ്ട് എന്നുള്ളതിൽ നിങ്ങൾ വിശ്വസിക്കുക. മാസ് ഉണ്ട്. അപ്പൊ ആ മാസിനെ അളക്കാൻ വേണ്ടി നമ്മൾ എന്താ സാധാരണ ചെയ്യുക, നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ 2 കിലോ പഞ്ചസാര, 3 കിലോ പഞ്ചസാര എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 25 കിലോ ഉണ്ട്, 68 കിലോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ വെയിറ്റ് അല്ലെ കിലോഗ്രാം ആണ് കേട്ടാ, കിലോഗ്രാം ആണ്. കിലോഗ്രാം നോട്ട് ചെയ്യുക, കിലോഗ്രാം. നമ്മൾ എന്ത് ചെയ്യടാ, മാസിനെ അളക്കുന്നത് എന്താടാ, കിലോഗ്രാം ആണ്. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എല്ലാവർക്കും നമുക്ക് ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ എഴുതുന്ന തുണ്ടിലൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന കാര്യമാണ്. kg, 2 kg, 3 kg അല്ലെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ kg. അടുത്തതാടാ ടൈം. ടൈം സാധാരണ നമ്മൾ എല്ലാവർക്കും അറിയാം, ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സെക്കൻഡ് ആണ് അല്ലെ. സെക്കൻഡ് എന്ന് പറയും അല്ലെ. ടൈം എന്ന് പറഞ്ഞാൽ എന്താടാ, സെക്കൻഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, S എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സൂചിപ്പിക്കാം എന്നുള്ളതാണ്. സെക്കൻഡ് എന്നുള്ള എല്ലാവർക്കും പറയാം, ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, S ആണ്. അടുത്തതാണ് നമുക്ക് ഇലക്ട്രിക് കറണ്ട്. കറണ്ട് അല്ലെ, കറണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി അല്ലെങ്കിൽ കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താടാ, ആംബിയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ. എല്ലാവർക്കും അറിയാതൊക്കെ അല്ലെ, അറിയില്ലെങ്കിൽ കറക്റ്റ് നോട്ട് ചെയ്യുക, ആംബിയർ. സോ ക്യാപിറ്റൽ ലെറ്റർ A ആടാ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആംബിയർ. എന്തിന്റെ ആടാ, ഇലക്ട്രിക് കറണ്ട് ആണ്. അടുത്തത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എത്ര ഡിഗ്രി സെൽഷ്യസ് അല്ലെ, ടെമ്പറേച്ചർ പറയാറുണ്ട് അല്ലെ. സാധാരണ നമ്മൾ കെൽവിനിലാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയാം കേട്ടോ. നമുക്ക് ഇനി +1 +2 ഇതിപ്പോ ഫിസിക്സിൽ മാത്രമല്ല കെമിസ്ട്രിയിൽ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് കെൽവിനെ പറ്റി പറയും, ടെമ്പറേച്ചറിനെ പറ്റി പറയും. ഇത്ര കെൽവിനാണ് പറയാം, 623 കെൽവിനാണെന്നൊക്കെ പറയും. നമ്മൾ ഇനി ഓരോ റിയാക്ഷൻസുകളൊക്കെ പഠിക്കും, +1 +2 നമ്മൾ പഠിക്കും. സോ നമ്മളിവിടെ ടെമ്പറേച്ചർ റെപ്രസെന്റ് ചെയ്യാൻ എന്താണ്, കെൽവിൻ ആണ്. കെൽവിൻ അല്ലെ. ആ ലെറ്റർ K തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സിമ്പിൾ ആയിട്ട് കൊടുക്കാം. കെൽവിനിലെ K തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് കൊടുക്കാം. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെ. നമുക്കറിയാം നമ്മൾ ഇത്ര മോൾ എന്നാ പറയാം. ഇപ്പൊ നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താൻ പോവാന്നൊക്കെ വിചാരിച്ചു, ഫിസിക്സ് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ ഇത്ര മോളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റൻസുകൾ എടുക്കാം. അപ്പൊ നമ്മൾ മോളാണ് പറയാം, മോള്, MOLE, മോള്. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ സെയിം ആണ്, പക്ഷെ MOLE ഉള്ളൂ കേട്ടോ, E ഇല്ല. ജസ്റ്റ് മോൾ എന്ന് മാത്രമേ ഉള്ളൂ, E ഇല്ല. അപ്പൊ മോളാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. 2 മോൾ എടുക്കുക, 3 മോൾ എടുക്കുക, 4 മോൾ പഞ്ചസാര എടുക്കുക, 5 മോൾ പഞ്ചസാര എടുക്കുക. ഇവിടെ മോൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കാറ്. അടുത്താണ് ലുമിനസ് എന്ന് പറയും. ലുമിനസ് ലുമിനസ് എന്ന് പറയുന്നത് എന്താ വെച്ചാല് ഈ ഇന്റൻസിറ്റിനെ സൂചിപ്പിക്കാൻ. ലുമിനസ് നമ്മൾ ഈ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബൾബിന്റെ മുകളിലൊക്കെ എഴുതി കാണാം ലുമിനസ്, ഇത്ര ലുമിനസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്രകാശത്തിന്റെ തീവ്രതയെ പറ്റി പറയുന്നതാണ് ലുമിനസ് എന്ന് പറയുന്നത്. ഭയങ്കര ലുമിനസ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ലുമിനസ് എന്ന് പറയുന്ന ഒരു വിളക്കായിട്ട് സങ്കല്പിക്കുക, ദാറ്റ് ഈസ് കാൻഡിൽ അല്ലെ. ഒരു വിളക്കായിട്ട് സങ്കല്പിക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാ പറയുന്നത് കേട്ടാ. ഒരു വിളക്കായിട്ട് സങ്കല്പിക്കുക, ദാറ്റ് ഈസ് കാൻഡില അല്ലെ. നമുക്ക് എന്താ വിളിക്കുക, കാൻഡില. പഠിച്ചോ, കാൻഡിൽ എന്ന് പഠിച്ചു വെച്ചാൽ മതിടാ, കാൻഡില. ഒരു മാർക്ക് കിട്ടും. കാൻഡിലയുടെ സിയും ഡിയും. അപ്പൊ CD ആണ് നമ്മൾ എന്ത് ചെയ്യാ അല്ലെ, നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്കസ് അല്ലെ, CD. ഇവിടെ തന്നെ ഉണ്ട്, കാൻഡിലേനെ കിടക്കുന്നുണ്ട് CD എന്നുള്ളത് അല്ലെ. കാൻഡിന്റെ സിയും ഇവിടെ കിടക്കുന്ന ഡിയും, അതാണ് ഉപയോഗിച്ച് CD, കാൻഡില. അപ്പൊ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിനുള്ളത്. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ ഇതിന്റെ പേരും അവരുടെ നെയിമും അതിന്റെ സിമ്പിളും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് 1 മാർക്ക് പ്രതീക്ഷിക്കും. വലിയ മാർക്ക് സാർ പറഞ്ഞില്ല, 1 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ചിലപ്പം വരാം. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഫില്ലിംഗ് ദ ബ്ലാങ്ക് ലെവലിലൊക്കെ എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നോർമലി 1 മാർക്കിന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ്. നന്നായി പഠിച്ചോ, വലിയ ടഫ് ഒന്നും കാണാനില്ല. ഒന്നും കൂടെ നമുക്ക് പറയാം. ഇനി ജസ്റ്റ് ഇതൊന്ന് മായ്ച്ചു നോക്കാം. എല്ലാവരും എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് മായ്ക്കുന്നത്, നിങ്ങളെങ്ങനെ ചിന്തിച്ചു നോക്കാം കേട്ടോ. ലെങ്ത് നിങ്ങളൊന്ന് ചിന്തിക്കുക. മനസ്സിലായിട്ട് എക്സാമിന് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം വെച്ചാല് 2 രീതിയിൽ പഠിക്കണം. അതാണ് ഈ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങളിപ്പോ ജസ്റ്റ് ഇങ്ങനെ നോക്കി വെച്ചിട്ട് കാര്യമില്ല, എക്സാമുകളിൽ ഇത് വർക്ക് ആവൂല. നിങ്ങൾ ഇത് എങ്ങനെ പഠിക്കണം വെച്ചാല്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ നമുക്കിപ്പോ സെക്കൻഡ് എന്ന് തരും. അങ്ങനെയാണെങ്കിൽ ഈ അളവ് എന്താന്ന് പറയും,
ഇവിടെ ടൈം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സെക്കൻഡ് കണ്ടാൽ നമുക്ക് ടൈം എന്ന് എഴുതാൻ പറ്റണം. മനസ്സിലായ? അപ്പോ അതേപോലെ തന്നെ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ കറന്റ് ആണ് കണക്ട് ചെയ്യാൻ പറ്റണം. കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ്. കാൻഡില എന്താടാ, നമ്മളെ ലുമിനസ് അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റണം. മനസ്സിലായി? അപ്പോഴാണ് നമുക്ക് എക്സാമിൽ പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ലെങ്ത് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ് എന്ന് പറയണം. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ പഠിക്കണം വെച്ചാൽ 7 എണ്ണത്തിന്റെ പേര് പഠിക്കണം. ലെങ്ത്, മാസ്, ഇങ്ങനെ 7 എണ്ണത്തിന്റെ നിങ്ങൾ പേര് എന്ത് ചെയ്യണടാ? ഓർഡർ തെറ്റിയ കുഴപ്പമില്ല, പക്ഷെ ഒരു 7 എണ്ണം നിങ്ങൾ പഠിക്കുക. ലെങ്ത് പറഞ്ഞോക്കെ, ലെങ്ത്, മാസ് പറയടാ, ടൈം, എന്ത് വേണമെങ്കിലും പറയാം. ലുമിനസ് പറയാം, ഓർഡർ പ്രശ്നങ്ങളതല്ല. ലുമിനസ് പറയാം, മനസ്സിലായ? ടെമ്പറേച്ചർ പറയാം, കെൽവിൻ പറയാം, ഏത് ഓർഡറിൽ വേണമെങ്കിൽ നിങ്ങൾ പറയാം. ടോട്ടൽ 7 നിങ്ങൾക്ക് പേര് പറയാൻ പറ്റണം. അതേപോലെ അതിന്റെ എന്താടാ നെയിം എന്താന്ന് പറയാൻ പറ്റണം. അതുപോലെ അതിന്റെ സിമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് 1 മാർക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞടാ. 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ മക്കളെ, ഇത്ര ഈസിയാണ് ഫിസിക്സ് പഠിക്കാൻ. നിങ്ങൾ എന്റെ കൂടെ കൂടിക്കോ. ഈ വർഷം നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഞാൻ വാങ്ങിച്ചു തരാടാ. ഓക്കെ, സെക്കൻഡ് ആടാ അഡീഷണൽ SI യൂണിറ്റ്. ഇനിയിപ്പോ അത് മറന്നു കളയാം, തൽക്കാലം മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ പഠിച്ചത് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി അതിനെ കുറിച്ച് കയറിയിട്ടാവണ്ട, അത് വിട്ടുകളയാ. ഇനി രണ്ടാമത് നമ്മൾ നോക്കുന്നത് എന്താടാ വെച്ചാൽ അഡീഷണൽ SI യൂണിറ്റ്സുകളാണ്. അതായത് സപ്ലിമെന്ററി യൂണിറ്റ്സ് എന്നൊക്കെ പറയും. നിങ്ങൾ അങ്ങനെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ലടാ. സിംപ്ലി നമ്മൾ രണ്ട് SI യൂണിറ്റുകളെ പറ്റി പറയണം. ഒന്ന് പ്ലെയിൻ ആംഗിളും ഉണ്ടാ, അതുപോലെ തന്നെ ഉണ്ടാ സോളിഡ് ആംഗിളും ഉണ്ട്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ടടാ. വാട്ട് ഈസ് പ്ലെയിൻ ആംഗിൾ ചോദിക്കും, വാട്ട് ഈസ് സോളിഡ് ആംഗിൾ എന്താണൊക്കെ ഞാൻ പറയാട്ടോ. നിങ്ങൾ അതിനെ കുറിച്ചൊന്നും വെറീഡ് ആവണ്ടടാ. സിംപ്ലി പ്ലെയിൻ ആംഗിളും ഉണ്ടാ, അതുപോലെ എന്തുണ്ടാ ഒരു സോളിഡ് ആംഗിളും ഉണ്ട്. മനസ്സിലായ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പ്ലെയിൻ ആംഗിൾ എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് SI യൂണിറ്റിൽ ഇനിയും വെറൈറ്റി യൂണിറ്റുകൾ ഉണ്ടെന്നാ പറയുന്നത്. നമ്മൾ ആദ്യം കോമൺ ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് 7 എണ്ണം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ SI യൂണിറ്റുകൾ പഠിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ആടെ എന്ത് പ്ലെയിൻ ആംഗിൾ, രണ്ടാമത്തെ പേരാണ് എന്ത് സോളിഡ് ആംഗിൾ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം കേട്ടോ. അപ്പോ ഒന്നാമത്തെ നമുക്ക് എന്താടാ പ്ലെയിൻ ആംഗിൾ ആണ്. അപ്പൊ എന്താണ് പ്ലെയിൻ ആംഗിൾ എന്ന് നമുക്ക് പരിശോധിക്കാം. വളരെ സിമ്പിൾ ആണ് പ്ലെയിൻ ആംഗിളിനെ പറ്റി പറയുന്നത്. പ്ലെയിൻ ആംഗിൾ ആക്ച്വലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിട്ടാണ് നമ്മൾക്ക് അസംഷൻ അല്ലെ. ഒരു പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് ഒരു തീറ്റ ആയിട്ടാണ് നമ്മൾ അസംഷൻ. നമ്മൾ ഇവിടെ ഒരു സർക്കിൾ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പ്ലെയിൻ ആംഗിളെ പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ഒരു സർക്കിൾ വെച്ചിട്ടുണ്ട്. നോർമലി ഈ ഭാഗം അല്ലെ സർക്കിളിന്റെ ഇവിടെ നിങ്ങൾ ഡ്രോ ചെയ്യുന്ന ഭാഗം ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. എല്ലാ ആളുകൾക്കും അറിയാം. മലയാളം മീഡിയം ആണെങ്കിലും സിംഗിൾ മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ശ്രദ്ധിക്കാം. സെന്ററിൽ ഒരു ഒറിജിൻ പോയിന്റ് ഇടാ. ഇതിനെ നമ്മൾ മലയാളത്തിൽ ആരം എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കും മലയാളം മീഡിയം ആണെങ്കിൽ. ജനറലി നമുക്ക് ഇതിൽ റേഡിയസ് എന്ന് പറയാം. ഇത് റേഡിയസ് ആണ്. ഓക്കെ, ഈ സെക്ഷന്റെ പേരാണ് നമ്മൾ എന്ത് ആർക്ക് ലെങ്ത് എന്ന് വിളിക്കും കേട്ടോ. ആർക്ക് ലെങ്ത്. ഏത് മീഡിയം ആണെങ്കിലും ശ്രദ്ധിക്കുക. ഇനി ഇംഗ്ലീഷിൽ പതുക്കെ നിങ്ങൾ പഠിച്ചോളാം. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ നോ പ്രോബ്ലം. അപ്പൊ ഈ സെക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താടാ ആർക്ക് ലെങ്ത് എന്നാ വിളിക്കുക കേട്ടോ. അറിയാത്തൊരു പഠിച്ചോ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നടാ ആർക്ക് ലെങ്ത് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഭാഗമാണ് നമ്മൾ പറഞ്ഞ തീറ്റ. ഈ ഭാഗമാണ് നമ്മൾ പറയുന്ന പ്ലെയിൻ ആംഗിളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ പ്ലെയിൻ ആംഗിൾ എന്താണ് എക്സാമിന് ഇത് ആകെ എന്താ ആവശ്യമുള്ള ഞാൻ ആദ്യം പറയും. ഇത് എക്സാമിന് പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് പ്ലെയിൻ ആംഗിൾ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഡിഫൈൻ ചെയ്യാൻ മാത്രം നിങ്ങൾ ഇത് പഠിക്കണ്ടുള്ളൂ. അല്ലാതെ ഇതിന്റെ ഉള്ളിൽ വണ്ടമാണ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എക്സാമിന് പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ട് വാട്ട് ഈസ് പ്ലെയിൻ ആംഗിൾ വന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്ലെയിൻ ആംഗിൾ. സിമ്പിൾ ആണ്. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ദാറ്റ് ഈസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആടാ. ആർക്ക് ലെങ്തിനെ ശ്രദ്ധിച്ചോട്ടാ. ആർക്ക് ലെങ്തിനെ എന്ത് പറയാ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റേഡിയസ്. ആർക്ക് ലെങ്ത് ഞാൻ ജനറൽ ആയിട്ട് ഞാൻ L എടുക്കാം, റേഡിയസിന് R എന്നും എടുക്കാം. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു L/R. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ചോ. ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ആർക്ക് ലെങ്തിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നതാ L എന്ന് വിളിക്കുന്നത് കേട്ടാ. ഈ ആർക്ക് ലെങ്തിനെയാണ് ഞാൻ L എന്ന് വിളിക്കുന്നത്. അപ്പൊ ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടുവാടാ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കിട്ടും. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാടാ എന്ത് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. എന്താണ് അതിനെ വിളിക്കുക പ്ലെയിൻ ആംഗിൾ എന്ന് വിളിക്കും. പ്ലെയിൻ ആംഗിൾ. ഓക്കേടാ. അപ്പോ എക്സാമിന് പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തോ. വാട്ട് ഈസ് പ്ലെയിൻ ആംഗിൾ. എക്സാമിന് അങ്ങനെ വാട്ട് ഈസ് പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നോട്ട് ചെയ്യുക. ഇതിന്റെ ഡെഫിനിഷൻ എത്രയുള്ളടാ ഇവിടെ കിടക്കുന്നതിന്റെ ഡെഫിനിഷൻ കാണാപാഠം പഠിക്കണ്ട. ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. മനസ്സിലായ? എന്താണ് അത് പഠിക്കുമ്പോൾ ഈ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. കുറെ പേർക്ക് പേടിയാണ്.
മാത്സിൽ ശ്രദ്ധിച്ചോ, ഇപ്പൊ 2:3 എന്നാ വിചാരിച്ചോ. ഈ റേഷ്യോ കളയാൻ വേണ്ടി മാത്സിൽ ചെയ്യാൻ എന്താ ഡിവിഷൻ ആണ്. അപ്പൊ ഒബ്വിയസ്ലി 2/3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ 2:3 എന്നാണ്. 2/3 എന്ന് പറഞ്ഞാൽ എന്താ 2:3 ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കിന് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ ജനറലി ആർക്ക് ലെങ്ത് ഈസ് എന്താണ് റേഡിയസ് എന്നാണ് മീനിങ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ബൈയുടെ ഡെഫിനിഷൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ റേഷ്യോ എന്ന് പറയാൻ കാരണം. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയണം, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് എഴുതിക്കോ, ഇറ്റ് ഈസ് ദി റേഷ്യോ, എഴുതേണ്ട ആവശ്യമില്ല, അത് ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ടു റേഡിയസ്. ആർക്ക് ലെങ്ത് ടു റേഡിയസ് എന്താടാ, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ടു റേഡിയസ്. ജസ്റ്റ് ഡിവിഷൻ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫുൾ മാർക്ക് തരും അവർ എക്സാമിന് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. കൂടുതലും ഇതിനെ പഠിക്കാനല്ല. പിന്നെ നമ്മൾ അടിക്കേണ്ട എന്താ വെച്ചാൽ ഇതിന്റെ SI യൂണിറ്റ് എന്താന്ന് മാത്രം ഒന്ന് പഠിച്ചു വെക്കണടാ. നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് റേഡിയൻ എന്ന് പറയുന്നതാണ്. റേഡിയൻ എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ SI യൂണിറ്റ് ആയിട്ട് പഠിക്കണടാ. SI യൂണിറ്റ് അതായത് പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താടാ റേഡിയൻ ആണ്. റേഡിയൻ ഇതൊന്നും എല്ലാവരും പഠിച്ചു വെച്ചോട്ടോ. ഇത് എവിടെയെങ്കിലും നമുക്ക് 1 മാർക്കിന് ചോദിക്കോടാ, ആ 1 മാർക്കിന് ചോദിക്കോടാ. പ്ലെയിൻ ആംഗിളിന്റെ വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ എന്ന് ചോദിക്കും. വാട്ട് ഈസ് ദി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ എന്ന് ചോദിച്ചാൽ പഠിച്ചോ റേഡിയൻ ആടാ. റേഡിയൻ ആണ്. മനസ്സിലായില്ലേ? ഈ റേഡിയന്റെ കോൺസെപ്റ്റ് ഇത്രയുള്ള സർക്കിളിലുള്ള ഓരോ ചീളുകളെ നമുക്ക് ഇതിനെ ഒരുപാട് ഇങ്ങനെ ബൈസെക്ടർ ആയിട്ട് മുറിക്കാൻ പറ്റും. മനസ്സിലായ? ഇങ്ങനെ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, ഒരുപാട് കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കഷ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റേഡിയൻ എന്ന് പറയുന്നത്. റേഡിയൻ എന്ന് പറയുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. ആ ചീള് ആ ഒരു കേക്കിന്റെ പോലത്തെ ഒരു പീസിന് റേഡിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ പ്ലെയിൻ ആംഗിളിന്റെ കേസിൽ എന്ത് പറയുന്നത്, റേഡിയൻ. RAD ഷോർട്ട് ആയിട്ട് എഴുതുകയാണെങ്കിൽ റാഡ് കേട്ടാ. റാഡിയൻ, റേഡിയൻ. നോട്ട് ചെയ്ത മക്കളെ. അടുത്തതിലോട്ട് നമുക്ക് പോവാം. വാട്ട് ഈസ് സോളിഡ് ആംഗിൾ? വളരെ ഈസിയാണ് സോളിഡ് ആംഗിൾ പഠിക്കാൻ കേട്ടോ. വലിയ ടഫ് ഇല്ലടാ, എല്ലാം ഈസിയാണ് ശരിക്കും നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ. വളരെ വളരെ ഈസിയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാടാ സോളിഡ് ആംഗിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആടാ. നിങ്ങൾ കാണും പറയാടാ ഒരു വലിയൊരു എന്താണ് വലിയൊരു ഫുട്ബോൾ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കണമെങ്കിൽ സങ്കല്പിക്കാം, അല്ലെങ്കിൽ വലിയൊരു ചക്കരമത്ത വേണമെങ്കിലും സങ്കല്പിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ വലിയൊരു മാവ് റൗണ്ട് ആയിട്ടുള്ള പൊറാട്ട മാവ് വേണമെങ്കിൽ സൂചിപ്പിക്കാം, എന്ത് വേണമെങ്കിലും സൂചിപ്പിക്കാം. അതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം, അതുപോലെ ഒരു സാധനം തുറന്നെടുക്കുക. എന്ത് തുറന്നെടുക്കുക? ഒരു കടലപ്പൊതിയുടെ ഷേപ്പുള്ള ഒരു സാധനം തുറന്നെടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഐസ്ക്രീമിന്റെ കോൺ തുറന്നെടുക്കുക. ഒരു സിംപ്ലി കോൺ എന്ന് പറയാം. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കോണിനെ പറ്റിയിട്ട് അല്ലെ. അപ്പൊ ഒരു കോണ് തുറന്നെടുക്കാം അല്ലെ, വൃത്തസ്തൂപിക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അത് അതിന്റെ ഉള്ളിൽ നിന്ന് തുറന്നെടുത്ത് കഴിഞ്ഞാലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ സോളിഡ് ആംഗിൾ പറയുന്നത്. കാരണം സോളിഡ് എന്ന് പറയുന്ന ഒരു കട്ടിയുള്ളതിനെ പറ്റി നമ്മൾ പറയുന്നതാണ്. സോളിഡ് അല്ലെ, കട്ടിയുള്ള ഒരു സംഭവത്തെ പറ്റി പഠിക്കുകയാണ്. അപ്പൊ ഈ സോളിഡ് ആംഗിൾ എന്ന് പറയുന്ന കട്ടിയുള്ളതിന്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ എന്ത് ചെയ്യുക, ഒരു കോൺ അടർത്തി എടുക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോൺ അടർത്തി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുക, അടർത്തി എടുത്തിട്ടുള്ള ഈ ഭാഗമാണ് ആക്ച്വലി എന്താടാ നമ്മളെ തീറ്റ അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ തീറ്റ അല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ തീറ്റ അപ്പുറത്ത് ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനൊരു സിമ്പിളാടാ, ഇങ്ങനൊരു സിമ്പിളാണ്. ജനറലി ഇതിനെ വിളിക്കുന്നത് ഒമേഗ എന്നാണ്. നമ്മൾ ഓം എന്നൊക്കെ പറയും ഫിസിക്സിൽ, പക്ഷെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താടാ ഒമേഗ എന്നാണ്. ഓമല്ല ഒമേഗ, ഒമേഗ. അപ്പൊ നമുക്ക് ഇവിടെ തീറ്റയ്ക്ക് ബദലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത് എന്താടാ ഒമേഗയാണ്. അപ്പൊ ആ ആംഗിൾ ഒമേഗയാണ്. ആക്ച്വലി അതൊരു 3D ആണ്. നിങ്ങളൊരു കടലപ്പൊതി എടുത്തിട്ട് കടലപ്പൊതിയുടെ ടോപ്പ് പൊളിച്ചിട്ട് ഉള്ളിലോട്ട് അല്ലെങ്കിൽ ഐസ്ക്രീമിന്റെ കോണിന്റെ കപ്പിന്റെ ഉള്ളിലോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ആ ഒരു ആംഗിൾ കാണില്ല. ഒരു 3D ഷേപ്പിലാണ് ആംഗിൾ വരിക അല്ലെ. ഒരു 3D ഷേപ്പിലല്ല, ഏറ്റവും ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ 3D ഷേപ്പിലാണ് ആംഗിൾ വരിക. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആടാ എന്ത്, ഒമേഗയാണ്. എല്ലാരും പഠിച്ചോ എന്താടാ ഒമേഗ, ഒമേഗ. ഇനി ഇതിന്റെ യൂണിറ്റ് നമ്മൾ പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് SI യൂണിറ്റ്. ഇതൊക്കെ എന്തിനും ഇമ്പോർട്ടന്റ് ഉള്ളത്, എക്സാമിന് 1 മാർക്കിന് ചോദിക്കാം. വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ, അല്ലെങ്കിൽ വാട്ട് ഈസ് സോളിഡ് ആംഗിൾ അതെന്താന്ന് പറയാം ബിഫോർ. വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ എന്നൊക്കെ എക്സാമിന് ചോദിക്കാം. അപ്പൊ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, SI യൂണിറ്റ് എന്ന് പറയുന്നത് ഇത്തിരിയുടെ റേഡിയൻ എന്ന് പഠിച്ചു വെച്ചില്ലേ നിങ്ങള്? നേരത്തെ ഞങ്ങൾ പഠിച്ചില്ലട മക്കളെ, റേഡിയൻ. റേഡിയൻ എന്ന് പഠിച്ചില്ലേ? റേഡിയൻ എന്ന് പഠിച്ചില്ലേ? എന്തിന്റെയാണ്?
പ്ലെയിൻ ആംഗിളിന്റെ. ഈ പ്ലെയിൻ ആംഗിളിന്റെ റേഡിയന്റെ മുന്നേ ഒരു ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കോ, അല്ലെ, സ്റ്റെറേഡിയൻ. പറഞ്ഞേ എല്ലാരും പറഞ്ഞ സ്റ്റെറേഡിയൻ. അപ്പൊ റേഡിയൻ പ്ലെയിൻ ആംഗിളിന്റെ പഠിച്ചതാടാ, ഇതിന്റെ മുന്നിൽ STE ചേർത്താൽ മതിയടാ, STE. അപ്പൊ സ്റ്റെറേഡിയൻ ആണ് എന്തിന്റെ യൂണിറ്റ് എടാ, സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ്. അപ്പൊ അഡീഷണൽ ആയിട്ട് ആ STE ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ എഴുതാവുന്നുള്ളൂ. സ്റ്റെറേഡിയൻ, SR എന്ന് പറയാം. S സ്റ്റെറേഡിയനും സ്റ്റേയുടെ S റേഡിയന്റെ ആറും. അപ്പൊ SR ആണ് നമുക്ക് സിംപ്ലി വേണമെങ്കിൽ സ്റ്റെറേഡിയൻ എക്സാമിന് എഴുതി വെക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. SI കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യടാ, സ്റ്റെറേഡിയൻ എന്നാണ് എഴുതി വെക്കേണ്ടത്. ഇനി വാട്ട് ഈസ് സോളിഡ് ആംഗിൾ എക്സാമിന് ചോദിക്കും. വാട്ട് ഈസ് സോളിഡ് ആംഗിൾ, വാട്ട് ഈസ് സോളിഡ് ആംഗിൾ എക്സാമിന് ചോദിച്ചാൽ ഒമേഗ ഈക്വൽ ടു, ശ്രദ്ധിച്ചോ വളരെ ഈസിയാടാ. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ആംഗിൾ ആർക്ക് ലെങ്ത് ആയിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു സർക്കിൾ ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർക്കിളിന്റെ പോർഷൻ ആണ്. ആ കോണിന്റെ ആ പോർഷൻ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. അപ്പൊ ആക്ച്വലി അതിനെ നമ്മൾ പറയാ ഒരു ഏരിയ എന്നാണ്. ആ ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റർസെപ്റ്റഡ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് അതിനെ പറയാം, ഇന്റർസെപ്റ്റഡ് ഏരിയ. സിംപ്ലി ഏരിയ എന്ന് പഠിച്ചു വെച്ചാലും അല്ല, പ്രശ്നമൊന്നുമില്ല, സ്റ്റാൻഡേർഡ് ഇതാണ്. ഇന്റർസെപ്റ്റഡ് ഏരിയ എന്താണ് മക്കളെ, ഇന്റർസെപ്റ്റഡ് ഏരിയ, ഇന്റർസെപ്റ്റഡ് ഏരിയ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ പറയാം, വളരെ ഈസി. ഇന്റർസെപ്റ്റഡ് എക്സാമിന് ചോദിക്കോടാ, ഇന്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും റേഡിയസ് ആണ്. ഇതാണല്ലോ നമ്മളെ റേഡിയസ്, ഇതാണല്ലോ റേഡിയസ്. ഇവിടെയും റേഡിയസ് ആണ്. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട് മക്കളെ, റേഡിയസിന്റെ എന്താടാ, സ്ക്വയർ ആണ്. പഠിക്കുമ്പോൾ ഒരൊറ്റ കണ്ടീഷൻ, നമ്മൾ പ്ലെയിൻ ആംഗിൾ പഠിച്ചത് സിംപ്ലി റേഡിയസ് ആണ്, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ഇവിടെ എന്താടാ, ഇന്റർസെപ്റ്റഡ് ഏരിയ ബൈ റേഡിയസിന്റെ എന്താടാ, ഓൾ സ്ക്വയർ, റേഡിയസിന്റെ ഓൾ സ്ക്വയർ ആണ്. അപ്പൊ എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് സോളിഡ് ആംഗിൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സോളിഡ് ആംഗിൾ. അപ്പൊ ഡെഫിനേഷൻ പറയുമ്പോൾ എന്താ പറയാ, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഇന്റർസെപ്റ്റഡ് ഏരിയ ടു സ്ക്വയർ ഓഫ് റേഡിയസ്. എന്താടാ, ടു സ്ക്വയർ ഓഫ് റേഡിയസ്, ടു സ്ക്വയർ ഓഫ് റേഡിയസ്. നീ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് എഴുതി വെച്ചാൽ മതി, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഇന്റർസെപ്റ്റഡ് ഏരിയ ആൻഡ് സ്ക്വയർ ഓഫ് റേഡിയസ് എന്ന് മതി. എന്താടാ, ഇറ്റ് ഈസ് ദി ഇന്റർസെപ്റ്റഡ് ഏരിയ ആൻഡ് സ്ക്വയർ ഓഫ് ദി റേഡിയസ്. ഫുൾ മാർക്ക് അതിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ അത് എന്തായാലും കൊളാക്കരുത്, എക്സാമിന് എഴുതണം. ഒമേഗ എന്താണ്, ഒമേഗയാണ് ഇതിന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ. SI യൂണിറ്റ് ഒമേഗ ലെട്ടോ. SI യൂണിറ്റ് പറയുമ്പോൾ നിങ്ങൾ പഠിക്കുക എന്ത്, പ്ലെയിൻ ആംഗിളിന്റെ റേഡിയൻ ആണ്. സോ ഇതിന്റെ എന്താടാ, സ്റ്റെറേഡിയൻ ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യടാ, അങ്ങനെ പഠിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ടോപ്പിക് ക്ലിയർ ആയി ആദ്യം വിചാരിക്കുന്നു. എന്താണ് പ്ലെയിൻ ആംഗിൾ, ആദ്യം നമ്മൾ പറഞ്ഞു 7 SI യൂണിറ്റുകൾ പറഞ്ഞു, നിങ്ങൾ ക്ലിയർ ആയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതർ 2 യൂണിറ്റുകൾ പറഞ്ഞു, ഒന്ന് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. എക്സാമിന് ആകെ വരെ ഇവിടെ എന്തോളൂ, ഒന്നുകിൽ ഇതിന്റെ ഡെഫിനേഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഇതിന്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിക്കും. നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കണം. അടിപൊളി, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. അടുത്ത ടോപ്പിക് നോക്കാം, അതർ സിസ്റ്റം ഓഫ് SI യൂണിറ്റ് ആണ്. അയ്യോ ഇനിയും ഉണ്ട് SI യൂണിറ്റുകൾ. എടാ ഇനിയുള്ളത് സിമ്പിൾ ആണ്, നീ വളരെ ഈസി ആയിട്ട് നീ മനസ്സിലാവൂടാ. അതായത് നമ്മൾക്ക് ഇനിയും ഉണ്ടടാ കുറച്ച് സിസ്റ്റങ്ങള്. അതായത് ഇത് മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതായിട്ടല്ല, ബേസിക്കലി പഠിച്ചു വെച്ചോ. അതർ സിസ്റ്റം ഓഫ് SI യൂണിറ്റ് CGS ഉണ്ടടാ, FPS ഉണ്ടടാ, MKS ഉണ്ട്. സാറേ ഇതൊക്കെ പഠിച്ചെടുക്കുമ്പോ പ്രാന്താവും, ഒക്കെപ്പാടെ അട്ടിമറിയോ. ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ കാണാപാഠം പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് കാണാപാഠം നിങ്ങൾ പഠിക്കണ്ട. പ്ലെയിൻ ആംഗിളിന്റെ നിങ്ങൾ റേഡിയൻ ആണ് പഠിക്കണം കേട്ടോ. സോളിഡ് ആംഗിളിന്റെ സ്റ്റെറേഡിയൻ ആണ് നിങ്ങൾ പഠിക്കണം കേട്ടോ. സോളിഡ് ആംഗിളിന്റെ ഇന്റർസെപ്റ്റഡ് ഏരിയ ബൈ സ്ക്വയർ ഓഫ് ദി റേഡിയസ് എന്നൊക്കെ പഠിക്കണം കേട്ടോ. പ്ലെയിൻ ആംഗിളിന്റെ എന്താണ്, ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എന്ന് പഠിക്കണം കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. 7 SI യൂണിറ്റുകളുടെ പേരും അവരുടെ എന്താണ് നെയിമും സിമ്പിളുകളും നിങ്ങൾ പഠിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ പഠിക്കണം. അപ്പൊ ഞാൻ ചില സ്ഥലത്ത് വേണ്ടാന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ അതിന് അത്രയും ഗൗരവം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയാം കേട്ടോ. അപ്പൊ ബേസിക്കലി CGS, FPS, MKS നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ബേസിക്കലി ഒരു അതർ സിസ്റ്റങ്ങളാണ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ CGS എന്താ, FPS എന്താ എന്നൊക്കെ നമ്മൾ പറയാൻ പോവാണ്, MKS എന്താന്ന്. അപ്പൊ ഇത് അതർ സിസ്റ്റം ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് എന്തൊക്കെയാടാ. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് CGS. എടാ CGS വരുന്നത് എന്താ വെച്ചാൽ LMT എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം. LMT, ലെങ്ത്, മാസ്, ടൈം.
LMT. ഒരു LMT എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കാം. L എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ആണ്. M എന്ന് പറയുന്നത് മാസ് ആണ്. T എന്ന് പറയുന്നത് ടൈം ആണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ അപ്പൊ എല്ലാത്തിലും LMTകളാണ്. ലെങ്ത്, മാസ്, ടൈം. ലെങ്ത്, മാസ്, ടൈം. ലെങ്ത്, മാസ്, ടൈം. അപ്പോ ഇവിടെ 3 കേസിലും ലെങ്തിനും മാസിനും ടൈമില് CGS യൂണിറ്റിൽ എങ്ങനെയാണ് പറയാ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ CGS നമ്മൾ 3ഉം എങ്ങനെയാണ് പറയാ എന്നുള്ളതാണ് നോക്കുന്നത്. ലെങ്തിനെ C എന്ന് ഉപയോഗിക്കുന്നത് എന്താ? എല്ലാവർക്കും അറിയാം എന്താടാ? സെന്റിമീറ്റർ ആണ്. അല്ല, കൺഫ്യൂഷൻ ഉണ്ടാ? സിയിലെ ലെറ്ററിലേക്ക് എടുക്കുന്നുണ്ടാ, പിന്നെന്താ പേടിക്കാനുള്ളത്? സെന്റിമീറ്റർ. അതുപോലെ G എന്ന് പറഞ്ഞാൽ ലെറ്ററിലേക്ക് എടുക്കുന്നുണ്ട്. ചുമ്മാ ഗസ് അടിച്ചു നോക്ക്, ശരിയാവും. എന്താ G4 ഗ്രാം. കാരണം മാസിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്. മാസിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്. ഒരു കനുള്ള വസ്തുവിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്. G അല്ലേ? അപ്പൊ ഷുവർ ആണ് അത് എന്താവും? ഗ്രാം ആയിരിക്കും. T എന്ന് പറയുന്നത് ഒരു ടൈം ആണല്ലോ. ടൈം ആണെങ്കിൽ S എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? പറയണ മക്കളെ, സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് ആയിരിക്കും. എടാ, അതൊക്കെ നമുക്കൊരു ഗസ് ആൻസർ ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് മതി, ഒരു കഴിവ് മതി. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാനുള്ള കഴിവ് മതി, അല്ലാണ്ട് ഇത് കാണാപാഠം പഠിച്ചു വെക്കൊന്നും വേണ്ട. ഓക്കെ, അടുത്തത് എന്താടാ? ഇതിലും LMT തന്നെയാണ് FPS. അപ്പൊ F എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ലെങ്ത് ആണ്, അളവെടുക്കുന്നത് F. നമുക്ക് ഇത്ര ഫൂട്ട് ഉണ്ട് എന്ന് പറയാം അല്ലെ? ഫൂട്ട് അല്ലെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഫൂട്ട് എന്ന് പറയുന്ന ലെറ്റർ അല്ലെ? ഫൂട്ട്. അതുപോലെ P എന്ന് പറഞ്ഞാൽ മാസിനെയാണ്, കനുള്ള ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? P. സോ പൗണ്ട് ആണ് അല്ലെ? ഇത്ര പൗണ്ട് എന്ന് പറയാം, ഇത്ര പൗണ്ട് എന്ന് പറയാം. സോ അതുപോലെ തന്നെ എന്താ പറയുക? T എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി എല്ലാം സെക്കൻഡാണ്. 3 കേസിലും ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ടാ എന്ത് തന്നെയാണ്? S എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. ഇനി അടുത്തത് MKS സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ എന്താടാ? മീറ്റർ ആണ് സാറേ. M അളവല്ലേ, ലെങ്ത് അല്ലേ? മീറ്റർ ആണ്. K എന്ന് പറഞ്ഞാൽ സമാധാനം, കിലോഗ്രാം. കിലോഗ്രാം അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു 7 SI യൂണിറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? M4 മീറ്റർ ആണ്, കിലോഗ്രാം ആണ്, സെക്കൻഡ് ആണ്. സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 3 SI സിസ്റ്റം കൂടെ നമ്മൾ പഠിച്ചതാ. ഏതൊക്കെയാണ് പേര്? CGS, FPS, MKS. 3ഉം ലെങ്തും മാസും ടൈമും, ലെങ്തും മാസും ടൈമും, ലെങ്തും മാസും ടൈമിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷെ 3നും എന്താണ്? അവര് ഡിഫറെന്റ് പേരുകളാണ്. C എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ആണ്. അപ്പൊ ആ പേരിൽ എന്താ? G4 ഗ്രാം ആടാ. S4 സെക്കൻഡ് ആടാ. F4 എന്താടാ? ഫൂട്ട് ആണ്, കാരണം ലെങ്ത് എടുക്കുന്നത് ഫൂട്ടിലാണ്. P4 പൗണ്ട് ആണ്. അതുപോലെ S4 എന്താടാ? സെക്കൻഡ് ആണ്. M4 മീറ്റർ ആണ്. K4 കിലോഗ്രാം ആണ്. S4 സെക്കൻഡ് ആണ്. ജസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പറയാനുള്ള ഒരു ഐഡിയ മതി. അതിന് കാണാപോടം പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഓർമ്മ ഉണ്ടാവാൻ മാത്രം മതി കേട്ടോ. അതങ്ങനെ എക്സാമിന് അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ചോദിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഐഡിയ ഉണ്ടാക്കി വെച്ചോ. എവിടെയെങ്കിലും ഒക്കെ ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാം കേട്ടാ. ഓക്കെ മക്കളെ, അടുത്തതാടാ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലോട്ടാണ് മക്കളെ നമ്മൾ ഇനി കയറി പോകുന്നത്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നമ്മൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ടാണ് നമ്മൾ കയറി പോകുന്നത്. സിഗ്നിഫിക്കന്റ് ഫിഗർ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? കുറെ പേര് ചിലപ്പോൾ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നത്. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഈ ഒറ്റ ക്ലാസ്സുമായി നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാൻ. ഓക്കേടാ, ടെൻഷനേ വേണ്ട. സോ നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം, അപ്പോഴേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. സോ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാറേ? എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? ആ പേര് കേട്ടിട്ട് തന്നെ എനിക്ക് ഭ്രാന്ത് കയറുന്നു. ഒരു ഐഡിയ, അങ്ങനെ ചില ആളുകളുണ്ട്, സാറേ എനിക്ക് ഒരു ഐഡിയ ഇല്ല സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ പറ്റിയിട്ട്, എനിക്ക് ഒരു ഐഡിയ ഇല്ല, എന്താണെന്നുള്ളത് സാർ ഒന്ന് പറഞ്ഞോണ്ടാണ്. ഓക്കേടാ. സോ ഡെഫിനിഷൻ ഇതാടാ. ഈ ഡെഫിനിഷൻ നമ്മളിത് പഠിക്കേണ്ടതായിട്ട് നിർബന്ധം. കാരണം എക്സാമിന് വാട്ട് ഈസ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കിയാൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ അൺസർട്ടൈൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് എനിക്കറിയാം. അത്തരം വേർഡ്സുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് നോർമലി നിങ്ങൾ പ്രയോഗിക്കുന്നതല്ല കേട്ടാ. ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ശരി, മലയാളം മീഡിയം ആണെങ്കിലും ശരി, ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് വേർഡ്സ്. ഞാൻ ടെക്നിക്കലി നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്തെങ്ങനെ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, ദ റിലയബിൾ ഡിജിറ്റ് plus the first uncertain digit is called significant figure. The reliable digit. ഈ റിലയബിൾ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. എടാ, അപ്പൊ എനിക്ക് ഇപ്പോ ഒരു സംഭവത്തിൽ ഇപ്പൊ എനിക്ക് 55 കിലോ വെയിറ്റ്, 55 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലയബിൾ ആണ്. അതായത് എന്താ പറയാ, കൃത്യത ഉള്ളതാണെന്ന് പറയാം. ഒരു കൃത്യത ഉള്ളതാണ്. ഈ കൃത്യത ഇല്ലാത്തതിനെയാണ് ഈ അൺസർട്ടൈൻ ഡിജിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതെന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായിട്ടൊരു വെയിറ്റ് ആണ്. ഇപ്പൊ എനിക്ക് 55 കിലോ, ചിലപ്പോ 55.2 അങ്ങനെ വരും അല്ലെ? അപ്പൊ ഈ 55 എന്ന് പറയുന്ന ഒരു ഉറപ്പുള്ള സംഖ്യ ഉണ്ടാവുമല്ലോ. 55.2, 3, 4 ഒക്കെ നമ്മള്
തൂക്ക് മെഷീൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഒരു ഇലക്ട്രോണിക് തൂക്ക് മെഷീൻ ആണെങ്കിൽ ചിലപ്പം അതിന് 55.4 കാണിക്കാം, ചിലപ്പം കുറച്ച് എടുത്ത് പോയി കഴിഞ്ഞാൽ 2 അല്ലെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ 55.6 അല്ലെ, മാറിക്കൊണ്ടേയിരിക്കാം അല്ലെ. അത് നമ്മൾ തൂക്കുന്ന മെഷീൻ അനുസരിച്ചിരിക്കും അല്ലെ, മെഷീന്റെ ആക്യുറസിക്കൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഇരിക്കും അതിന്റെ കൃത്യമായിട്ടുള്ള അളവുകളൊക്കെ. അപ്പോ ബേസിക്കലി 55 കിലോ നിന്ന് എന്റെ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 55 എന്ന് പറയുന്നത് എന്താടാ, അതിനെ വിളിക്കുന്ന പേരാടാ റിലയബിൾ ഡിജിറ്റ് എന്ന് വിളിക്കുന്നത്. ദ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് നോർമലി ഒരു സ്കെയിൽ എടുക്കുകയാണെന്ന് വിചാരിച്ചോ, നമ്മൾ ഒരു സ്കെയിലിൽ മെഷർമെന്റ് ഉണ്ടാ 1, 2, 3, 4, 5 അല്ലെ. ഇതിന്റെ ഇടയിലൊക്കെ എന്തുണ്ടാ, 1, 2 ഇടയിൽ ഒരുപാട് മൈന്യൂട്ട് ഉണ്ട് അല്ലെ, മൈന്യൂട്ടഡ് ആയിട്ടുള്ള വാല്യൂകൾ ഉണ്ട് അല്ലെ, അത് നമുക്ക് അറിയുന്നതാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു കൃത്യമായിട്ട് ഇപ്പൊ 4.2 കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ 4.2 നമുക്ക് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലെ. 4 കഴിഞ്ഞാൽ 2 പോയിന്റ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 4.2 എന്ന് പറയാൻ പറ്റും. ഇനി അതിനെക്കാട്ടും ഒന്നുകൂടെ ചെറുതാക്കണമെങ്കിലോ നമുക്ക് അതിനെക്കാട്ടി ലോ ആയിട്ടുള്ള സ്കെയിലുകൾ വേണ്ടിവരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 1, 2 അല്ലെ, 3, 4, 5 എന്ന് പറയുന്നത് 1നും 2നും ഇടയിൽ എന്തുണ്ടടാ, ഒരുപാട് മൈന്യൂട്ട് ഉണ്ട്. ആ 1നും 2ന്റെ ഇടയിൽ എന്തുണ്ടടാ, ഒരുപാട് മൈന്യൂട്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ് അല്ലെ, 8ാം ക്ലാസ്സിലൊക്കെ മാത്സിൽ പഠിക്കുന്നുണ്ട് അല്ലെ. 1ന്റെയും 2ന്റെയും ഇടയിൽ അതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റൂടാ, വളരെ ചെറുതാക്കി കൊണ്ടുപോകാൻ പറ്റും. അതിനെ വീണ്ടും ചെറുതാക്കി കൊണ്ടുപോകാൻ പറ്റും. സ്കെയിൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഓരോ ചെറിയ പാർട്ടിനെ വീണ്ടും 10 ഡിവിഷൻ, അതിന്റെ ചെറിയ പാർട്ടിനെ 10 ഡിവിഷൻ, ഇങ്ങനെ വളരെ ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും 4.2 ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ അളവ് എന്ത് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം, നമുക്കിപ്പോ എന്തെങ്കിലും പെട്ടിട്ട് ഒരു അളവ് എടുക്കാന്ന് വിചാരിച്ചോ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാടാ, ഒരു ത്രെഡ്, ഒരു എന്താ പറയാടാ, ഒരു ചെറിയൊരു പേപ്പറിന്റെ അല്ലെങ്കിൽ ഒരു നൂലിന്റെ കഷ്ണം, ഒരു പേപ്പറിന്റെ കഷ്ണം എന്തെങ്കിലും നമ്മളൊരു അളവ് എടുക്കാണ്. അപ്പൊ അത് ഈ സ്കെയിൽ ചിലപ്പോൾ 4.2 ആണെങ്കിൽ നമ്മൾ വേറൊരു സ്കെയിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ വാല്യൂ 4.2 എന്ന് പറയുന്നത് എന്താവും, ഒന്നുകൂടെ ആക്യുറേറ്റ് ആയിട്ട് 4.23 കിട്ടും, 23 കിട്ടും അല്ലെ. അപ്പൊ വീണ്ടും വേറൊരു സ്കെയിൽ നമ്മൾ അളവെടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ ചിലപ്പോൾ 4.235 ആവും നമുക്ക് കിട്ടുക, 4.235. അപ്പൊ വീണ്ടും ആക്യുറേറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, നമ്മളിപ്പോ പൈ വാല്യൂ ഒക്കെ അല്ലേ, നമ്മളെ പൈന്റെ വാല്യൂ നിങ്ങൾ പറയുന്നത് 3.14 ആണ്. ആക്ച്വലി 3.14 അല്ല, 3.142560 ട്രൈ മില്യൺ ഫ്രാക്ഷൻസ് ആണുള്ളത്. ട്രൈ മില്യൺ ഫ്രാക്ഷൻസ് ഉണ്ട്, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതിന്റെ അല്ലെ ഫ്രാക്ഷൻ വാല്യൂ. സോ അത്ര ആക്യുറേറ്റ് ആയിട്ടാണ് അതിന്റെ വാല്യൂ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡെഫിനിഷനോട് നോക്കാം. ദ റിലയബിൾ ഡിജിറ്റ് അതാണ് 4. ഇപ്പൊ 2 സ്കെയിൽ ആണെങ്കിലും 3 സ്കെയിൽ ആണെങ്കിലും എത്ര സ്കെയിൽ എടുത്താലും 4 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. സോ ദാറ്റ് ഈസ് ദ റിലയബിൾ ഡിജിറ്റ് പ്ലസ് അതിന്റെ കൂടെ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് അല്ലെ. നിങ്ങൾ എല്ലാത്തിലും നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലെ, 2 ഉണ്ട്, 3 കേസിലും 2 ഉണ്ട് അല്ലെ. സോ അതാണ് ദ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് ഈസ് കോൾഡ് എന്താ, ഇത് രണ്ടും കൂടി ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതിന്റെ പ്രോബ്ലം, പക്ഷെ നമുക്ക് എക്സാമിന് ഡെഫിനിഷൻ പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ടാ, അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാണാതെ പഠിച്ചോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പഠിച്ചോ. ദ റിലയബിൾ ഡിജിറ്റ്, അതിന് വേറൊരു വേർഡ് ഇല്ലടാ, ദ റിലയബിൾ ഡിജിറ്റ്. ഓക്കെ, വ്യക്തതയുള്ള ഡിജിറ്റ് എന്നാണ് അതിന് മലയാളം. ദ റിലയബിൾ ഡിജിറ്റ് പ്ലസ് അതിന്റെ കൂടെ എന്തുണ്ടാവൂടാ, ദ ഫസ്റ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കണം കേട്ടോ. അൺസർട്ടൈൻ ഡിജിറ്റ് കുറെ ഉണ്ട്, പക്ഷെ അതിലെ ഫസ്റ്റ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ്, എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് ഈസ് കോൾഡ് എന്ത് പറയടാ, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. എക്സാമിന് ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ, 2022 തോന്നുന്നു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. പിന്നെ ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം, അത് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ ഈ ഡെഫിനിഷൻ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചെടുക്കണടാ. ഓക്കെ എടാ, ഇനി എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത്? സ്ഥിരം എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എല്ലാ ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് മേലെ ചോദിക്കാനൊന്നും ഉണ്ടായിരിക്കൂല, മനസ്സിലായി. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അവർ ചോദിക്കും, അത്രേ അവർക്കുള്ളൂ. ഡിജിറ്റ് ചിലപ്പോൾ 2, 4, 3 എന്നൊക്കെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേറെ എന്തെങ്കിലും നമ്പർ ചോദിക്കും, പക്ഷെ ഫോർമാറ്റ് സെയിം ആയിരിക്കും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റും കേട്ടാ. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കേ. എടാ, നിങ്ങൾ ഒരൊറ്റ ഹെഡിങ് ഇട്ടാൽ മതി കേട്ടാ. നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ
കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഒരു ഒറ്റ ഹെഡർ ഇട്ടാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇടുക, ഇത് എഴുതി വെക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്ത് പോവാം. വളരെ ഈസിയാണ്. എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മക്കളെ? ഞാൻ പറഞ്ഞല്ലോ ഇതിന് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടടാ. ഈ റൂൾസ് ഒരു മണ്ണാങ്കട്ടി നിങ്ങൾ പഠിക്കണ്ട, എക്സാമിന് റൂളും മണ്ണാങ്കട്ടി ഒന്നും പഠിക്കണ്ടടാ. നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് റൂൾസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? നിങ്ങൾ ഷോർട്ട് കട്ട് ആയിട്ട് പഠിക്കാം. മനസ്സിലായോ? വലിയ ടെൻഷൻ ആവാതെ നിങ്ങൾ അധികം ഭാരം ഏൽക്കാതെ എക്സാമുകളിൽ എത്തട്ടെ. മനസ്സിലായി? കുറെ കാര്യങ്ങൾ തലച്ചോറിൽ പഠിച്ചു വെച്ചിട്ട് എക്സാമുകളിൽ പോയിട്ട് ഒക്കെ പാടെ മറന്ന് ആകെ അൽക്കുലത്താക്കണ്ട. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഹാപ്പി ആയിട്ട് ഇരിക്കണം. നമുക്ക് ഹാപ്പി ആയിട്ട് പഠിക്കണം, സമാധാനം വേണം, ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല പഠിക്കും. മനസ്സിലായി? ഗഡുന്ന ടെൻഷൻ അടിച്ചിട്ടൊന്നും പഠിക്കണ്ട. വളരെ കൂൾ മൈൻഡഡ് ആയിട്ട് നമുക്കിപ്പോ എന്താ വേണ്ടുള്ളൂ, ഒരു ഫുൾ മാർക്ക് ഈ സെക്ഷനിൽ നമുക്ക് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. ഈസി ആയിട്ട് ഇരിക്കാം, ഹാപ്പി ആയിട്ട് ഇരിക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. എത്രയുള്ളൂ ഇതിന്റെ വർക്കിംഗ് റൂൾ പറയുന്നത്? എത്രയുള്ളൂടാ? 2 കേസ് ഉണ്ട്. ഒന്ന് നോൺ സീറോ എന്ന് പറയുന്ന സാധനം അല്ലെ. സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആണ്, ഇതിനാണ് നമ്മൾ സീറോ എന്ന് വിളിക്കാം. അപ്പൊ സീറോ അല്ലാത്ത ഏത് നമ്പർ, -1 1 ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. 2 3 4 5 ഏത് നമ്പർ ആണെങ്കിലും ഇതിന് നമ്മൾ എന്താ വിളിക്കുക? നോൺ സീറോ എന്ന. അതായത് സീറോ അല്ലാത്തതിനെ വിളിക്കുന്ന പേരാണ് നോൺ സീറോ. അപ്പൊ നോർമൽ സീറോ, നോൺ സീറോ. ക്ലിയർ ആണ്? ഏതാണ് നോൺ സീറോ സീറോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്കില്ലൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഇത് നോക്കി നോക്കുക. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 0. എടാ സാധാരണ നമ്മൾ റോൾ നമ്പർ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. ചില സ്കൂളിൽ റോൾ നമ്പർ വിളിക്കുക 0 1 എന്ന, ചില സ്കൂളിൽ 1 എന്ന് പറയും, ചില സ്കൂളിൽ 0 0 1 എന്ന് പറയും. ആക്ച്വലി 0 1 എന്ന് പറഞ്ഞാലും 1 എന്ന് പറഞ്ഞാലും 0 0 1 എന്ന് പറഞ്ഞാലും 0 0 0 0 1 എന്ന് പറഞ്ഞാലും ഒക്കെ എന്തെന്നടാ ഒരു 1നെ റെപ്രസെന്റ് ചെയ്താണ് അല്ലെ. ബിഫോർ 0 എത്ര വേണമെങ്കിലും കൊടുത്താലും അതിനൊന്നും ഒരു മൂല്യമില്ല എന്നാണ്. അതൊക്കെ ബേസ് ആണ്. മനസ്സിലായി? ഒരു മൂല്യമില്ല അതിനൊന്നും. 1ന്റെ മുന്നേ എത്ര 0 ഇട്ടാലും അതിനൊന്നും മൂല്യമില്ല. 1നെ കണക്കാക്കുള്ളൂ. മനസ്സിലായി? അതേപോലെ നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ ആ ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ മതി. അവിടെ സിമ്പിൾ ടെക്നിക്ക്. ഇവിടെ നോൺ സീറോ, ഇത് 0 ആണ്, ഇത് 0 ആണ്. അപ്പൊ നോൺ സീറോ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? 6ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു പെടപെടക്കാം, ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് പെടക്കാം. എന്താണോ ചെയ്യുക? ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് പെടക്കാം. ഇനി നിങ്ങളൊന്ന് വീക്ഷിക്കുക, ഇതിൽ വല്ല പോയിന്റുകളൊക്കെ ഉണ്ടോ? പോയിന്റുകളൊന്നും കാണാനില്ല. ഫുൾ അന്ന് അങ്ങോട്ട് പടച്ചിക്കാണ്, നമ്പർ കൊണ്ട് പടച്ചിക്കാണ്. അപ്പൊ ഇതിന്റെ എൻഡിങ്ങിലോട്ട് പോവാം. എൻഡിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ബാക്കിലേക്ക് നോക്കുക. എവിടുന്നാണ് നോൺ സീറോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നതാ? നോൺ സീറോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇനി സ്കില്ല് വളരെ ഈസിയാണ് ഐഡന്റിഫൈ ചെയ്യാൻ. കൗണ്ട് ചെയ്യുക. എത്ര ഉണ്ട്? 1 2 3 4 5 6. സോ ഇതിന്റെ ആൻസർ എത്രയാടാ? 6 എന്നാടാ ഇതിന്റെ ആൻസർ. വളരെ ഈസി അല്ലേ? എല്ലാവർക്കും എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റില്ല ആൻസർ 6 എന്ന് പറയുന്നത്. അപ്പൊ എന്താ ആക്ച്വലി ഇവിടെ ചെയ്തത്? വർക്കിംഗ് റൂളുകളാണ് ഇതിന്റെ ഉള്ളിൽ ചെയ്യുന്നത്. നമ്മളിവിടെ എന്ത് ചെയ്യടാ? നോൺ സീറോനെ കണ്ടെത്തുക, അതിനോട് എന്ത് ചെയ്യുക? ഒരു കൗണ്ടർ ബോക്സ് അടിക്കുക, എന്നിട്ട് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6. അപ്പൊ ആൻസർ എത്രയാടാ? 6 ആണ്. ഇത് പോയിന്റ് ഇല്ലാത്ത കേസിലാണ്. ഇനി നമ്മളെ പോയിന്റ് ഡെസിമൽ പോയിന്റുകൾ വരുന്ന കേസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നോർമൽ കേസിലൊക്കെ എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ആൻസർ നോട്ട് ചെയ്ത് എല്ലാവരും. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? നിങ്ങൾക്ക് പോയിന്റ് വന്നാൽ എന്താ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. മക്കൾ എല്ലാവരും നോട്ട് ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? 62.4015. എല്ലാവരും ആ ക്വസ്റ്റ്യൻ ഇനി ഹെഡർ എഴുതണ്ടാ, നിങ്ങൾ ആ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ എഴുതി പോയാൽ മതി കേട്ടോ, സമയം വേസ്റ്റ് ആക്കണ്ട. 62.4015. എടാ ഇവിടെ നിങ്ങൾ നോക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. എന്ത്? നോൺ സീറോ. ഇവിടെ ഒന്നും സീറോകളില്ല, ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എടാ ഇവിടെ എന്ത് ചെയ്യണ്ട? ഇവിടെ നിങ്ങൾ ഇത് എന്റെ പോയിന്റുകളായിട്ട് പോവാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പോവരുത്. റോങ്. പോയിന്റ് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് നോൺ സീറോന്റെ ഇവിടെ നിന്ന് പിടിക്കുക, ഇവിടുന്ന് മൊത്തം അങ്ങോട്ട് കൗണ്ട് ചെയ്യാം. അപ്പൊ കൗണ്ട് ചെയ്ത് നോക്കി. കൗണ്ട് 1 2 3 4 5 6 7. സോ ഇതിന്റെ ആൻസർ എന്താടാ? 7 ആണ് ഇതിന്റെ എന്ത് ചെയ്യുന്നടാ? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായ? പോയിന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ പിന്നെ ക്ലോസിംഗ് ഇടാൻ നിൽക്കരുത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോൺ സീറോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യാ? തുടങ്ങാം. ഇവിടെ 0 ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കണം കേട്ടോ. ഇവിടെ ഇപ്പൊ 0 0 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒഴിവാക്കാം. നോൺ സീറോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ എൻഡ് ഇടരുത്, അത് അവസാനിക്കാതെ പോകും എന്നുള്ള സങ്കല്പത്തിൽ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7. സോ ആൻസർ എത്രയാണ്? സിംപ്ലി 7 മാത്രം എഴുതി വെച്ചാൽ മതി എക്സാമിന്. വേറെ ഒരു സ്റ്റെപ്പ് ഇതിനെ എഴുതേണ്ട ആവശ്യമില്ല. സിംപ്ലി 7 എന്ന് പറഞ്ഞ് മാത്രം എന്ത് ചെയ്യടാ? എഴുതി വെക്കാം മക്കളെ. ക്ലിയർ ആണോ മക്കളെ? വളരെ ഈസി അല്ലേടാ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 830. മക്കളൊന്ന് ആൻസർ ചെയ്യടാ. 830. എല്ലാവർക്കും ഇത് ആൻസർ ചെയ്യാൻ പറ്റും. എടാ ഇതിൽ പോയിന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംപിളി ഇവിടെ വട്ടിടുക, ഇവിടെ ഇടാം.
ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പോയിന്റുകൾ ഇല്ല. പോയിന്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നോൺ സീറോയിൽ ഇവിടെ വട്ടിടുക, അപ്പുറത്ത് വട്ടിടുക. സോ ആൻസർ ഇതിനുള്ള എത്ര ഉണ്ടാ? 2 ആണ് ഇതിന്റെ ആൻസർ. എല്ലാവരും ആൻസർ ചെയ്യണം. ഈസി അല്ലേ? ഈസി, വളരെ ഈസി. അടുത്ത ക്വസ്റ്റ്യൻ 5.20. പോയിന്റ് വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ സീറോയിൽ ഇവിടെ വട്ടിടുക, ഇങ്ങോട്ട് കൗണ്ട് ചെയ്യുക. 1 2 3. സോ ആൻസർ എത്രയാടാ വരിക? 3 ആണ് നമ്മൾ എന്ത് ചെയ്യടാ ആൻസർ വരിക. എല്ലാവർക്കും കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലടാ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ജൂളൊക്കെ മണ്ടമ്മടോടാ, നമ്മൾ അതൊന്നും മെയിൻ ചെയ്യണ്ട. നോൺ സീറോ ഇവിടെ പിടിക്കുക, ഇവിടെ പോയിന്റുകൾ ഇല്ലടാ, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചോളാം. ഇവിടെ ജി കണ്ട ജൂള് കണ്ടാലൊന്നും മെയിൻ ചെയ്യണ്ട, അതിനൊക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ സാധനങ്ങൾ, കച്ചറ സാധനങ്ങൾ അതിന്റെ കൂടെ അത് ഇതിൽ നിന്നല്ല അതൊക്കെ ഇനി വരുന്നുണ്ട്. എന്തുണ്ടെങ്കിലും അതിനൊക്കെ എടുത്ത് പുറത്തേക്ക് കളയാം, ഒന്നും മെയിൻ ചെയ്യണ്ട കേട്ടാ. സോ ഇവിടെ ആൻസർ എത്രയാടാ വരിക? 2 ആണ് നമ്മുടെ എന്തേടാ ആൻസർ ആയിട്ട് വരിക. അടുത്തത് കാൽക്കുലേറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 45.00 ജൂൾ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. എടാ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് പോയിന്റ് കഴിഞ്ഞിട്ട്, ഇപ്പോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാ, നോൺ സീറോ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യടാ, ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാ, വട്ടട. പോയിന്റ് വന്നു. പോയിന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യടാ, കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്ത് എഴുതടാ. എത്ര ഉണ്ടാ? 2 4 അല്ലേ? വളരെ ഈസി അല്ലേ മക്കളെ? കൗണ്ട് ചെയ്ത് എഴുതടാ. എത്ര വരും? 1 2 3 4 നമുക്ക് എന്ത് ചെയ്യാം ആൻസർ വരിക 4 അല്ലെ? ഇവിടെ പോയിന്റ് ഉള്ളത് കൊണ്ടാണ് കൗണ്ട് അങ്ങനെ ചെയ്ത് കേട്ടോ. 1 2 3 4. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ ഡോട്ട് ക്ലോസ് ചെയ്യരുത്, കാരണം ഇവിടെ പോയിന്റ് വന്നു. ജൂള് നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടാ. അടുത്തത് 4.6 × 10⁵. എടാ ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളൊന്നും മെയിൻ ചെയ്യണ്ട, അതിനൊക്കെ അവോയ്ഡ് ചെയ്യുക. അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്ട് അടിച്ചു കളയുക, ഒന്നും വേണ്ട. 4.6 മാത്രമേ എടുത്താൽ മതി. ക്വസ്റ്റ്യൻ തെറ്റിയതല്ല. 10⁵ എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കൗണ്ട് ചെയ്യാം. ഇവിടെ പോയിന്റ് ആണ് വന്നത്, ഇവിടെ എങ്ങനെ ഇടാ, എത്ര ഉണ്ടാ? 1 2. ആൻസർ എത്രയാടാ? 2 ആണ്. പോയിന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടുള്ളത് മൊത്തം കൗണ്ട് ചെയ്യണം. പോയിന്റ് വന്നാൽ മൊത്തം കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇടയിലിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് കൗണ്ട് ചെയ്യണം. 2 സൈഡിലും നോൺ സീറോകൾ ബ്ലോക്ക് ചെയ്തിട്ട് ഇടയിലുള്ളത് എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് ബ്രാക്കറ്റ് ഇടുക, പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് എത്ര എലിമെന്റ്സ് ഉണ്ടെങ്കിലും കംപ്ലീറ്റ് എടുത്തോളാം. ദാറ്റ് ഈസ് 2. അതുപോലെ ഇത്രയേ ഉള്ളൂ. ഓക്കേടാ, 3 ഈസി അല്ലേ? ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അഡീഷണൽ ആയിട്ട് ഞാൻ 2 3 ക്വസ്റ്റ്യൻ തരട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തരട്ടെ. എടാ ഇങ്ങനെയൊക്കെ വരും. 1.0 ഒന്ന് നോട്ട് ചെയ്തോ, 1.0 എന്നൊക്കെ വരും. 1.0. അപ്പൊ എല്ലാവർക്കും ടെൻഷനും വരും. 1.0. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോൺ സീറോന്റെ ഇവിടെ എന്ത് ചെയ്യടാ, കൗണ്ട് ചെയ്യാ. ടോട്ടൽ എത്ര ഉണ്ടാ? 2 ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്തോ, കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ 0 കാണുമ്പോൾ ചിലർ ഒഴിവാക്കാനൊക്കെ ശ്രമിക്കും. പോയിന്റ് വന്നു കഴിഞ്ഞാൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യണ്ട, കൗണ്ട് ചെയ്യണം. 1 2. ഇനി 1 എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു, അല്ലെങ്കിൽ 5 എന്ന് വന്നു, 10 എന്ന് വന്നു, എന്തെങ്കിലും ഒരു സിംഗിൾ ഡിജിറ്റ് അല്ലെങ്കിൽ 3 വന്നു, സിംഗിൾ ഡിജിറ്റ് ഇട്ടോ, 3 2 സിംഗിൾ ഡിജിറ്റ് വന്നാൽ ഇതിന്റെ എന്താടാ, ആ നോൺ സീറോ കൗണ്ട് ചെയ്ത് ആകെ 1 ഉള്ളൂ. സോ അതിന്റെ ആൻസർ എത്രയാടാ? 1 ആണ്. അതിന്റെ ആൻസർ എത്രയാടാ? 1 ആണ്. ഓക്കെ. ഇനി 0.2 വന്നു കഴിഞ്ഞാൽ, എടാ 0.2 വന്നാൽ നോൺ സീറോ ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. മനസ്സിലായ? ഇതാണ് നമ്മുടെ എന്താ പറയാ, നോൺ സീറോ ഡിജിറ്റ്. ഇവിടുന്ന് എടുക്കരുത്, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്താൽ നമുക്ക് എത്രയാടാ കിട്ടുന്നത്? ആൻസർ എത്രയാടാ കിട്ടുന്നത്? 1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ഈസി അല്ലേ എക്സാമിന്? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയം കളയണ്ട. നെക്സ്റ്റ് പാർട്ടാണ്, നമ്മൾ അടുത്തതിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് പാർട്ടാണിത്. സോ നമ്മൾ 7 SI യൂണിറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേരുകളാണ് എന്ത്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ്, അതുപോലെ തന്നെ ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലൂമിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ബേസിക്കലി ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്? ഡയമെൻഷൻ എന്നാണ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് ഡയമെൻഷനെ കുറിച്ച് പഠിച്ചാലാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ഇതുപോലെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഈ സെക്ഷന്. ഇത് പഠിച്ചാലേ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ചെയിൻ പോലെയാണ് ഇത് എടുക്കുന്നത്. മനസ്സിലായടാ? അല്ലാണ്ട് ഇതിന്റെ ഇടയിൽ കയറ്റി നമുക്കൊരു സാധനം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അത് ആദ്യമേ പറയാം. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇത് കറക്റ്റ് ഓർഡറിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കറക്റ്റ് പഠിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള ചാപ്റ്റേഴ്സ്, ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാം. പക്ഷേ യൂണിറ്റ് ആൻഡ് മെഷർമെന്റിൽ അങ്ങനെ പറ്റില്ല. ഒരു കറക്റ്റ് ഓർഡറിൽ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ സെക്ഷൻ പഠിച്ചാൽ അടുത്ത സെക്ഷൻ എളുപ്പമായിരിക്കും, അടുത്ത സെക്ഷൻ എളുപ്പമായിരിക്കും. ഒന്നും ടഫ് ഉള്ളതില്ല. എല്ലാം ഈസിയാണ്. ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാം, ഒരു നോട്ട്സ് ഉണ്ടാക്കുക, അത്രേ ആവശ്യമുള്ളൂ. എടാ നമുക്ക് ബേസിക്കലി അറിയാം ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ലടാ. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡയമെൻഷൻ. ഇപ്പൊ ലെങ്ത്തിന്റെ ലെറ്റർ എടാ, ഈ ലെങ്ത്തിൽ തുടങ്ങുമ്പോഴുള്ള ലെറ്റർ ഇല്ലേ, ദാറ്റ് ഈസ് ഡയമെൻഷൻ. ഡയമെൻഷൻ വരക്കുമ്പോൾ എപ്പോഴും ഇതിനൊരു സ്ക്വയർ ക്ലോസ്ഡിൽ ഇടണം. ഇത്രയും ആവശ്യമുള്ളൂ.
ആ ലെങ്ത്തിന്റെ ആദ്യത്തെ ലെറ്റർ ഇല്ലടാ എല്ല്, അത് തന്നെ ഇടുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, ഒരു സ്ക്വയർ ബോക്സ് അടിച്ചു കഴിഞ്ഞാൽ എന്തായി, ലെങ്ത്തിന്റെ ഡയമെൻഷനായി. അത്ര സിമ്പിൾ ആണ്. കൂടുതൽ തലയിൽ കയറി പ്രാന്തായി പഠിക്കേണ്ട ആവശ്യമില്ല. ആ എല്ലിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടാം. ക്ലിയർ അല്ലേ? അപ്പൊ മാസം എല്ലാരും എന്ന് പറഞ്ഞേ, മാസം എല്ലാരും എന്ന് പറഞ്ഞാൽ മാസം എങ്ങനെ ആയിരിക്കും, എം ഇടാ, സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. അപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം ഉപയോഗിക്കാം എന്നുള്ളത് ബേസിക് നോളജ് നിങ്ങളെ മണ്ടമ്പിൽ ഉണ്ടാവട്ടെ. നമ്മൾ സാധാരണ മീറ്റർ പറഞ്ഞ പോലെ സ്മോൾ ലെറ്ററിലല്ല കൊടുക്കുന്നത്, ലെങ്ത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണ്. മാസ് അതുപോലെ തന്നെ എം ആണ്. അതുപോലെ തന്നെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടെ, നമ്മളെ ടൈം സെക്കൻഡിൽ നിന്നും എഴുതരുത്, ആദ്യത്തെ ലെറ്റർ തന്നെ ഉപയോഗിച്ചാൽ മതി നിങ്ങൾ, ടി എന്ന് പറയുന്ന ലെറ്റർ. അപ്പൊ 3 കേസിൽ നമ്മൾ ആദ്യത്തെ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് LMT അല്ലെ, ലെങ്ത്തിന്റെ L ആണ്, മാസിന്റെ ഡയമെൻഷൻ M ആണ്, അതുപോലെ ടൈമിന്റെ ഡയമെൻഷൻ എന്താ T ആണ്. അതേപോലെ നമ്മൾ പഠിക്കുന്ന ഇലക്ട്രിക്കൽ കറണ്ട് ആണ്. നമുക്കറിയാം ഇലക്ട്രിക്കൽ കറണ്ടിന്റെ സിമ്പലും നെയിമും എന്താണ്, ആംബിയർ ആണ് പഠിച്ചത്. സെയിം തന്നെ പഠിച്ചോ, എന്താടാ, ആംബിയർ അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഇലക്ട്രിക് കറണ്ടിന്റെ സിമ്പിൾ അല്ലെ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ആംബിയർ ആണ്. അറിയാത്തൊരു പഠിച്ചോ. ഡയമെൻഷൻ അതേ സെയിം തന്നെടാ. ടെമ്പറേച്ചർ എല്ലാവർക്കും അറിയാം, കെൽവിൻ ആണ് അല്ലെ, കെൽവിൻ ആണ് സാറേ ടെമ്പറേച്ചർ. സോ നമ്മളെ K ആണ് നമ്മളെ ടെമ്പറേച്ചർ. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ പഠിച്ചത് എന്താടാ, മോൾ ആണ്, MOL ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എഴുതരുത്, അതിന്റെ നെയിം ആണ് മോള്, MOLE. പക്ഷെ അതിന്റെ സിമ്പിൾ പറഞ്ഞില്ലേ, MOL, ആ സിമ്പിൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് മോള്. അടുത്ത ലൂമിനസ് ഇന്റൻസിറ്റി എല്ലാവർക്കും അറിയാം, കാൻഡില് വിളക്ക്, കാൻഡില. അപ്പൊ നമുക്ക് എന്താടാ, CD അല്ലെ, നമ്മൾ എന്താടാ, കാൻഡില, CD ആണ് നമ്മൾ എന്ത് ചെയ്യാടാ, ഇതിനെന്താടാ നമ്മള് റെപ്രസെന്റ് ചെയ്യുന്നത്, CD. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താണ്, മോൾ ആണ്. ടെമ്പറേച്ചർ എന്താണ്, K ആണ്. അപ്പൊ ഇത് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഇത് എക്സാമിന് എന്താ ഡയമെൻഷൻ എന്നല്ല ചോദിക്കുന്നത്, ഡയമെൻഷൻ കാണാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ബേസിക്കലി ഇതറിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതറിയാണ്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് അറിയാന്ന് പറഞ്ഞതൊക്കെ എന്താടാ പഠിക്കാൻ പണി, ലെങ്ത്തിന്റെ എല്ലാടാ, മാസിന്റെ M ആടാ, ടൈമിന്റെ T ആടാ, ടെമ്പറേച്ചർ അളക്കാൻ നമ്മൾ എപ്പോഴും എന്തിലാടാ, കെൽവിൻ ആണ്. അതുപോലെ ഇലക്ട്രിക്കൽ കറന്റ് അളക്കാൻ എപ്പോഴും നമ്മൾ എന്താടാ, ആംബിയർ ആണ്. ലൂമിനസ് അളക്കാൻ നമ്മൾ എന്താണ്, വിളക്കിന്റെ ആണ്, കാൻഡില, അതായത് CD ആണ്. അതൊന്നും അതിലെ കാര്യമില്ല. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്. അപ്പൊ ഇത് പഠിക്കുക എന്ന് പറഞ്ഞത് വലിയ ടഫ് ഇല്ലടാ, നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞടാ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞടാ. നിങ്ങൾ അടച്ചു വെച്ചിരുന്ന് ആലോചിച്ചൊന്ന് പറഞ്ഞു നോക്കുക, നിങ്ങൾക്ക് പറയാൻ പറ്റുമോടാ. ഓക്കെ, സോ ഈസി വൺ. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാടാ. അടുത്ത സെക്ഷൻ പറയുന്നതാടാ, ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നാണ്. ഇവിടുന്നാണ് നമ്മളെ കഥ ആരംഭിക്കുന്നത്. ഇവിടുന്നാണ് നമ്മളെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. നമുക്ക് ഇനി എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാണ്. അപ്പൊ ഞാൻ പറയുന്നത് വാട്ട് ഈസ് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എക്സാമിന് വരാതിരിക്കാം, അത്രയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള സെക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ എന്താ പറയുന്നത് വാല്യൂ കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഡയമെൻഷൻ കണ്ടെത്തുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് വെച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ നോട്ട് ചെയ്തോടാ, ഞാൻ ഡെഫിനേഷൻ കറക്റ്റ് സിമ്പിൾ വേർഡ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഉണ്ടടാ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കും, എന്താ ഈ ഫണ്ടമെന്റൽ, എന്താ ഈ ഡിറൈവ്, ഫണ്ടമെന്റലിൽ നിന്ന് ഊരിയെടുത്തതാണ് ഡിറൈവ്ഡ് അല്ലെ, അങ്ങനൊക്കെ തോന്നും. ആ തോന്നുന്ന പോലെ തന്നെയാണ് കാര്യങ്ങളും എടുക്കുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എടാ ഇൻഡിപെൻഡന്റും ഉണ്ട് ഡിപെൻഡന്റും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരാളെ നമ്മളിപ്പോ ജീവിക്കുന്നത് നമ്മളെ അല്ലെ, നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അല്ലെ, പാരന്റ്സിന്റെ ചെലവിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നുണ്ടാവുക. പക്ഷെ എല്ലാ ആളുകളും അങ്ങനല്ല. ചില ആളുകൾ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ, ആരും ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫായിട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പോ സെൽഫായിട്ട് ജീവിക്കുന്ന സ്വമേധയാ ജീവിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. മറ്റാളെ ഡിപ്പെൻഡന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റിന്റെ എക്സാമ്പിൾ എന്തൊക്കെ പറയാം, ലെങ്ത് ഉണ്ടടാ, മാസ് ഉണ്ടടാ, ടൈം ഉണ്ടടാ. നിങ്ങൾ ആലോചിച്ച് നോക്കെ, ഇപ്പൊ ലെങ്ത് ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെ. ഇപ്പൊ ഒരു വസ്തുവിന്റെ നീളം എന്ന് പറയുന്നത് മറ്റൊന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ നീളം അതിന്റെ നീളം അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും അല്ലെ. മാസ് എന്ന് പറയുന്നത്, ഒരു വെയിറ്റ് എന്ന് പറയുന്നത് മറ്റൊന്ന് കൂടുമ്പോൾ ഇതിന്റെ വെയിറ്റ് കൂടുക, അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു സാധനം, ഇവിടെ സാധനം ഉണ്ട്, അപ്പൊ നമ്മൾ മറ്റുള്ള എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അതിന്റെ വെയിറ്റ് കുറയാന്നുള്ള പറഞ്ഞ ഒരു സങ്കല്പമില്ല, മനസ്സിലായില്ലേ. അതുപോലെ സമയം അതുപോലെ തന്നെ, സമയം പോയിക്കൊണ്ടേയിരിക്കും, റൺ ചെയ്തുകൊണ്ടേയിരിക്കും, അത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു ക്ലോക്കിലെ സൂചി ഇപ്പൊ എന്താ പറയാ, സമയം നല്ല വെയിൽ കൂടിയത് കൊണ്ട് നല്ല സ്പീഡിൽ കറങ്ങുന്നു ഒന്നും നമ്മൾ പറയാറില്ല അല്ലെ. എപ്പോഴും നമ്മളെ ടൈം എന്താണ്, ഫിക്സ്ഡ് ആണ്. ഏതിന് ക്ലോക്ക് കിടന്ന ഡിപ്പെൻഡഡ് എന്നല്ലാണ്ട്
സമയം ഓൾറെഡി എന്താണ് യൂണിവേഴ്സിൽ ഒരേപോലെ നമ്മൾ റൺ ചെയ്തും കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നില്ല, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാം. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ജസ്റ്റ് എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് അത്രയും വാട്ട് ഈസ് ഫണ്ടമെന്റൽ ഡിറൈവ്ഡ് അങ്ങനെയല്ല എക്സാമിന് ചോദിക്കുക. എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വേറെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത്. ഏതാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആരെ എന്നറിയോ? ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയെന്നറിയോ? ഇവന്മാരെ ഇതിന്റെ മുന്നേ പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യാം എന്ന് ആലോചിച്ചൊക്കെ. അപ്പൊ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചോദിച്ചാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഈ ലെങ്ത്, മാസ്, ടൈം പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഇവിടെ നിങ്ങൾ പറയുന്നത് ഇവിടെ എക്സാമ്പിൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾ ആണ് വെലോസിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡെൻസിറ്റി. ഇപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണാം ഒന്ന് പറഞ്ഞ മക്കളെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും വെലോസിറ്റി അല്ലെ. നമുക്കൊരു സാധനത്തിന്റെ വേഗത. അപ്പൊ എന്റെ വേഗത അറിയണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ നിന്നു, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ ഓടുകയാണ്. അപ്പൊ ഞാൻ ഇത്രയും ഭാഗം ഓടി അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മുതൽ ഈ ബോർഡിന്റെ ഇത്രയും എൻഡ് വരെ ഞാൻ ഓടി. അപ്പൊ ഓടി എന്ന് പറഞ്ഞാൽ ഞാൻ കവർ ചെയ്ത സ്ഥലം, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഐ കവേർഡ് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് ഞാൻ എത്ര സ്ഥലത്തിൽ പോയി എന്നുള്ളത്, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് അല്ലെ. ഡിസ്റ്റൻസ്. ഇനി എത്ര ടൈം കൊണ്ടാണ് ഞാൻ പോയത്? 1, 2, 3, 4, 5 സെക്കൻഡ് കൊണ്ട്. ചിലപ്പോൾ ഞാൻ 5 സെക്കൻഡ് കൊണ്ടായിരിക്കും ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഓടി എത്തിയിട്ടുണ്ടാവുക. അപ്പൊ അപ്പോഴാണ് നമ്മളെ വേഗത പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ഞാൻ എത്ര പോയി എന്നുള്ളത്. അപ്പൊ ജനറലി അതിനെ പഠിച്ചോ, ഒരു ട്രിക്കാണ് സാർ പറയുന്നത്. അപ്പൊ ഇനി എവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാലും നമ്മൾ ഓടിയ ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ നമ്മൾ എത്ര ടൈം എടുത്ത് ഓടാൻ വേണ്ടി, ദാറ്റ് ഈസ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഡിസ്റ്റൻസും ടൈം ഒക്കെ എവിടെ കിടക്കുന്നത്? നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഡിസ്റ്റൻസ് അളക്കുന്നത് എന്തിലാ? ലെങ്തിലാണ്. ടൈം അളക്കുന്നത് എന്താണ് അല്ലെ? ടൈം ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പൊ ടൈമും ലെങ്ത് ഒക്കെ എവിടെ ഉള്ളതാ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉള്ളതാ. സോ വാട്ട് ഈസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? ഇറ്റ് ഈസ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ആർ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, which are depend on the fundamental quantity. എടാ ഇവിടെ നോട്ട് ഒന്നുമില്ല കേട്ടോ, ഞാൻ എഴുതിയത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, it is the physical quantity which are depend on the fundamental quantity. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെടാ എന്ത് വിളിക്കുന്നത്? എന്താടാ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആടാ വെലോസിറ്റി, ഫോഴ്സ്, ഡെൻസിറ്റി, പ്രഷർ, അങ്ങനെ കുറെ ഉണ്ട്. ഇത് 4-5 എന്നല്ല, കണ്ടമാനുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ വിട്ട് കളയാം. അതൊക്കെ നമുക്ക് ഇനി ഓരോന്നായിട്ട് പഠിക്കാം. ഇപ്പൊ ഇതിലുള്ള ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവാണ്. ഫോഴ്സ്, ഡെൻസിറ്റി, പ്രഷർ, ഇത് മാത്രമല്ല ഏകദേശം 12 നമുക്ക് പഠിക്കാനുണ്ട്. 12 അതിൽ ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. അത് വെച്ചിട്ട് അടുത്ത സെക്ഷൻ ഇടാ. അപ്പൊ ഈ വരുന്ന ഇനി 12 നമ്മൾ പഠിക്കണം. കിളി പോയാ 12 സാറ് എന്റെ തല കറങ്ങുന്നത്, അങ്ങനെ ഒന്നും പേടിക്കണ്ടടാ. ഈസിയാണ്. നിങ്ങൾ നോക്കി നോക്ക്, 12 ഈസിയാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റൻസ് ബൈ ടൈം ഇങ്ങനെ നമ്മൾ പഠിക്കും, ഓരോന്ന് പഠിക്കും. അത് പഠിക്കണടാ, അത് ഇമ്പോർട്ടന്റ് ആടാ. അത് വെച്ചും കൊണ്ടാണ് നമുക്ക് ഇനി ഭാവി +1 മാത്രമല്ലേ, നമുക്ക് +2 കൂടെ ഓടാനില്ലേ. അപ്പൊ ഭാവിയിലോട്ട് നമുക്ക് ഓടാനില്ല. അപ്പൊ ഇതൊക്കെ ബേസ് ആണ്. അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം കേട്ടോ. സിമ്പിൾ ആണ്, നിങ്ങൾ നോക്കി നോക്കുക, വളരെ ഈസി ആയിട്ട്. അതൊക്കെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസുകളാണെന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കുക. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഡയമെൻഷണൽ ഫോർമുല? ഇനി വരുന്നത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് ദി ഡയമെൻഷണൽ ഫോർമുല. അപ്പൊ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ ഈ ബോക്സ് ഇട്ട് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയമെൻഷൻ. ഫോർ എക്സാമ്പിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്, മാസ് എന്ന് പറഞ്ഞാൽ M ആണ്. ഇങ്ങനെ എഴുതുന്നതിനാണ് ഡയമെൻഷൻ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാത്തിനെയും കാണാൻ പോവാണ്. ഏരിയയുടെ എന്താ, വോളിയത്തിന്റെ എന്താ, ഡെൻസിറ്റി, വെലോസിറ്റി, സ്പീഡ്, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെന്റം, പവർ, പ്രഷർ, വർക്ക്, ഗ്രാവിറ്റി ഇമ്പോർട്ടന്റ് ആട്ടോ എക്സാം. അതിന്റെ അടുത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ സ്ലൈഡിൽ ഇട്ടിട്ടില്ല. ഗ്രാവിറ്റി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ചാൽ ഗ്രാവിറ്റി ഇല്ല, നമ്മൾ ചെയ്യുന്നുണ്ട്, സെക്ഷനിലുണ്ട് കേട്ടാ. അപ്പൊ ഇതിന്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാടാ? ഡയമെൻഷണൽ ഫോർമുലകൾ കാണാൻ പോവാണ്. ആരും കിളി പോണ്ട, വളരെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് 100% എക്സാമിന് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് ഇത്. ഇത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്ക് വരുന്നത് അതാണ് മർമ്മ ക്വസ്റ്റ്യൻ. മാത്സ് ഉപയോഗിച്ചും കൊണ്ട് വളരെ ഈസി ആയി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ. ഓക്കേടാ, അത് 3 മാർക്കിന്റെ ഡെറിവേഷൻ ഒക്കെയാണ്. ഡെറിവേഷൻ എന്നൊന്നും പറയാൻ പറ്റൂല. അതിനൊന്നും 2 സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ 3 സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. വലിയ ടഫ് ഒന്നുമില്ലടാ, ഈസി. ഓക്കെ, നമുക്ക് ഓരോന്ന് ചെയ്ത് പോവാം. ഓരോന്ന് ഓർഡറിൽ നമുക്ക് പോവാം മക്കളെ. എടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിക്കോടാ. വാട്ട് ഈസ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ്? 3 നമ്മൾ ഓരോന്ന് കാണാം മക്കളെ. നമ്മൾ ഒന്നിച്ച് പഠിക്കണ്ടടാ. ഓരോന്നായിട്ട് നമുക്ക് പതുക്കെ എന്ത് ചെയ്യടാം? ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഓരോന്ന് പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഏരിയ എന്താന്ന് നോക്കാം. അപ്പൊ ഞാൻ 3 ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അടുത്ത മൂന്നെണ്ണം അങ്ങനെ അങ്ങനെ പഠിച്ചു പോവാം. നിങ്ങൾ ഒരൊറ്റ ഹെഡർ ഇട്ടാൽ മതി. 1 2 3 4 എന്ന് പറഞ്ഞ അടിച്ച് 12 എണ്ണം വരെ നമ്മൾ പോകും. ഗ്രാവിറ്റി വരെ നമ്മൾ പോകും. ഓക്കെ, 12 എണ്ണം ഉള്ളത് 12 എണ്ണം വരെ നമ്മൾ കാണും കേട്ടാ. അപ്പൊ ഞാൻ ഈ സ്ലൈഡിൽ ഇപ്പൊ ചെയ്യുന്നത് ഏരിയ വോളിയം ഡെൻസിറ്റി ആണ് കേട്ടാ. അപ്പൊ നമ്പർ 1 ഇട്ട് എഴുതിക്കോ, ഏരിയ. അണ്ടർലൈൻ ചെയ്യാം, ഏരിയ. എടാ എല്ലാവർക്കും അറിയാം അല്ലെ, ഏരിയ ഒക്കെ വളരെ സിമ്പിളാ മക്കളെ. എടാ ഒരു റെക്ടാംഗിൾ ലെങ്ത് ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. മലയാളം മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആണ്, എല്ലാവർക്കും അറിയാം. നീളം എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഉയരാണ് അല്ലെ. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നോർമലി നമ്മളൊരു സാധാരണ ഒരു ഏരിയ പറയാം. അപ്പൊ എല്ലാവരും ചോദിക്കും സാർ റെക്ടാംഗിളിന്റെ കേസിലല്ല, അപ്പൊ നമ്മൾ സ്ക്വയറിന്റെ കേസിലാണെങ്കിൽ ഇത് തന്നെയാണ്. സ്ക്വയറിന്റെ കേസിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നെയാണ്, എല്ലാ സൈഡും സെയിം ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെങ്കിൽ L ഇൻറ്റു V. അപ്പൊ സ്ക്വയറിന്റെ കേസിലാണ് ഇതിപ്പോ 2 ഇത് 2 എല്ലാം സെയിം ആണ്. പക്ഷെ 2 ഇൻറ്റു 2 എന്താണ്? 4 ആണ് അതിന്റെ സ്ക്വയർ ഏരിയ. അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ഇവിടെ 2 ആണെങ്കിൽ 3 ഇൻറ്റു 2 എത്രയാണ്? 6 ആണ്. ഇതിന്റെ 6 ആണ്. അപ്പൊ ഒബ്വിയസ്ലി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ജനറലി നമ്മൾ എന്താടാ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആടാ ജനറലി എന്താടാ ഏരിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യടാ, A ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, LB എന്നാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി പറ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാ, നേരത്തെ നമ്മൾ 7 എണ്ണത്തിന്റെ ഡയമെൻഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എന്താടാ, ലെങ്ത് നീളം അല്ലെ. ലെങ്ത്തിന് നമ്മൾ എന്താണ് ആ ലെറ്ററിന്റെ ആദ്യ ലെറ്ററല്ലേ ഉപയോഗിച്ചത്, ദാറ്റ് ഇസ് ലെങ്ത്തിന്റെ. സോ അല്ലേ ബ്രെഡ്ത്തും നമ്മൾ എന്തായിട്ട് അളക്കുക, പറ മക്കളെ. ബ്രെഡ്ത്തും എന്താടാ, നമ്മൾ അതിന്റെ വീതിയും നമ്മൾ അളക്കുന്നത് എന്താടാ, ബ്രെഡ്ത്തും എന്താണ് എല്ലായിട്ടാണ് അളക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് L ഇൻറ്റു L കിട്ടും. മാത്തമാറ്റിക്കലി L ഇൻറ്റു L എന്താ, X ഇൻറ്റു X എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താടാ പറയാ, പറ മക്കളെ, X സ്ക്വയർ എന്നല്ലേ പറയാ. അതേപോലെ L ഇൻറ്റു L ന് നമുക്ക് എന്ത് പറയാം, L സ്ക്വയർ എന്ന് പറയാം. അതിനെ കോമൺ ആയിട്ട് എന്ത് ചെയ്യടാ, ബോക്സ് ഇടാം. അപ്പൊ ഏരിയയുടെ ഡയമെൻഷൻ കിട്ടി. ഏരിയയുടെ ഡയമെൻഷൻ എന്താടാ, L സ്ക്വയർ ആണ്. ഏരിയയുടെ ഡയമെൻഷൻ എന്താടാ, L സ്ക്വയർ ആണ്. അപ്പൊ എല്ലാരും നോട്ട് ചെയ്യാ, ഏരിയയുടെ ഡയമെൻഷൻ എന്താടാ, L സ്ക്വയർ ആണ്. ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കുന്നത് എന്താ, വോളിയം. എല്ലാരും ഹെഡിങ് എഴുതേ, വോളിയം. എല്ലാരും ഹെഡിങ് ഏത് മക്കളെ, വോളിയം. എടാ എന്തിനെങ്കിലും ഒരു സാധനത്തിന്റെ വോളിയം കാണുകയാണെങ്കിൽ, ഇപ്പൊ ഒരു എന്താ പറയുക, ക്യൂബിക്കിന്റെ, ഇപ്പൊ ഞാനൊരു ബോക്സിന്റെ, ഒരു ക്യൂബിന്റെ ഒരു വോളിയം കാണാൻ നമുക്കറിയാം, ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും അല്ലെ. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, 3 കേസാണ് വോളിയം ഉണ്ടാവുക അല്ലെ. അപ്പൊ വോളിയം V ഈക്വൽ ടു അല്ലെ അതിന്റെ ഏരിയ, വോളിയത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് എന്ത് പറയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയാം. വോളിയം V എന്താണ്, സിംപ്ലി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇത് നമ്മൾ എവിടെ, ഇതൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ക്യൂബോർഡ് അല്ലെങ്കിൽ ക്യൂബിന്റെ കേസ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ലെങ്ത് നമ്മൾ അളക്കുന്നത് എന്ത്, എപ്പോഴും എന്തിലാണ്, L അല്ലേ. നിങ്ങൾ അളക്കുന്നത് എന്താ, ഡയമെൻഷൻ എന്താ, L അല്ലേ. ബ്രെഡ്ത്ത് അളക്കുന്ന ഡയമെൻഷൻ എന്താ പറയാ മക്കളെ, അതും B അല്ലേ, സോറി L അല്ലേ. ബ്രെഡ്ത്ത് വീതി ആണെങ്കിലും അല്ലെ, ഹൈറ്റ് ഉയരമാണെങ്കിലും നമ്മൾ എന്താണ്, L ആണ്. അപ്പൊ 3 Lകൾ ഗുണിച്ചാൽ L ഇൻറ്റു L ഇൻറ്റു L എന്താ, X ഇൻറ്റു X ഇൻറ്റു X, X ക്യൂബ് അല്ലേ. അപ്പൊ L ഇൻറ്റു L ഇൻറ്റു L എന്താ, L ക്യൂബ്. വളരെ ഈസി അല്ലേടാ, ഡയമെൻഷൻ എന്താടാ, L ക്യൂബ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത കളികൾ ഇട്ടാ. അപ്പൊ പഠിച്ചോ, വോളിയം ഇമ്പോർട്ടന്റ് ആണ്, വോളിയം. ഇപ്പൊ 2 ഇനി മൂന്നാമത് നമുക്ക് എന്താ നോക്കാം, ഡെൻസിറ്റി എന്താന്ന് നോക്കാം. മൂന്നാമത്തെ കേസ് എന്താ നോക്കാം, ഡെൻസിറ്റി. ഡെൻസിറ്റി 3 എല്ലാവരും നോട്ട് ചെയ്യടാ. മൂന്നാമത്തെ എന്താ നമ്മൾ നോക്കുന്നത്, ഡെൻസിറ്റി. മക്കളെ അപ്പൊ ഇങ്ങനെ നോക്കി പോവാടാ, ഈസി ആയിട്ട് നമുക്കത് പഠിക്കാടാ. ഒരു ടെൻഷനോ ടഫോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട മക്കളെ, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടാ. എടാ ഇനി നമ്മൾ പഠിക്കുകയാണ് ഡെൻസിറ്റി D എന്താ. എടാ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. മക്കളെ കുറെ പേർക്ക് ഇവിടുന്ന് പ്രശ്നം തുടങ്ങും, സാറേ മാസ് ബൈ വോളിയം ഞാനിത് ഓർക്കാൻ എന്താ ചെയ്യാ, അതാണ് കുറെ പേർക്ക് പ്രശ്നം അല്ലെ. എന്താണ് ഡെൻസിറ്റി, മാസ് ബൈ വോളിയം, ഇത് ഓർക്കാൻ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കട്ടിപ്പ്, ഒരു കട്ടി ഗാഢത എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ഡെൻസിറ്റി, ആ വെള്ളത്തിന് ഭയങ്കര ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗാഢത എന്നാണ് മീനിങ് മലയാളത്തിൽ പറയുമ്പോൾ. അപ്പൊ ആ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ മാസ് അല്ലെ, ആ മാസ് എന്ന് പറയുന്നത് എത്രയാണോ അതിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്, അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ +1 സയൻസ് കുട്ടികളാണ്,
ഈ +2 പഠിച്ച് നല്ല മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണം, അതുപോലെ എൻട്രൻസിന് പോകുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, എൻട്രൻസിന് പോകാത്ത ആളുകളുണ്ടാവും. എന്തായാലും നമുക്ക് ബേസിക്കലി ഒരു ഡെൻസിറ്റി ഒക്കെ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ പേര് നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ പേര് നമുക്കറിയാലോ, അതേപോലെ നമ്മൾ പഠിക്കടാ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ, മാസ് ബൈ വോളിയാണ്. സോ മാസ് എന്താണ്, വോളിയം എന്താണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണടാ, നോക്കണം. നമുക്കറിയാം മാസ് അളക്കുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാസിന്റെ ഫസ്റ്റ് ലെറ്ററിനെ നമ്മൾ ഉപയോഗിച്ചു എം അല്ലെ, മാസ്. എടാ വോളിയം നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ വോളിയം ഇനി കണക്ഷനാ പോകുന്നേ, മനസ്സിലായില്ലേ, ഇനിയൊക്കെ കണക്ട് ചെയ്ത് പോവാണ്. വോളിയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്താണ്, L³ ആണ്. നമുക്ക് വോളിയം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്താടാ, L³ ആണ്. ഓക്കേടാ. ഇനി താഴെയുള്ള എന്തൊരു സാധനത്തിലോട്ട് നമ്മൾ മേലോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതായത് മാക്സിൽ 1/x എന്ന് പറഞ്ഞാൽ x⁻⁻1 ആണ്. ട്രസ്റ്റഡ് ആണോ നിങ്ങള്? ഈ 1/x എന്ന് പറഞ്ഞാൽ എക്സിന്റെ മണ്ഡപം ഒന്നുണ്ട്. യഥാർത്ഥത്തിൽ 1/x എന്ന് പറയുമ്പോൾ മാക്സിൽ അവിടെ എക്സിന്റെ മണ്ഡപം ഒന്നുണ്ട്. അത് മുകളിലോട്ട് വരുമ്പോൾ x⁻⁻1 എന്താവും, -1 ആവും. അല്ലെങ്കിൽ 1/x² മുകളിലോട്ട് വരുമ്പോൾ എന്താ അവിടെ x⁻². സെയിം കോൺസെപ്റ്റ്. സോ അടുത്ത സ്റ്റെപ്പ് എന്താ കൂടാ, വളരെ ഈസി ആയിട്ട് പറയാം. m അതുപോലെ L മുകളിലോട്ട് വന്നാൽ L⁻⁻3 എന്തിനോടാ, -3. ഇതാണ് നമുക്ക് ആൻസർ വരെ എന്താടാ, m L⁻⁻3. ഇതൊന്ന് ചേർത്ത് എഴുതാം. 2 ബ്രാക്കറ്റ് അല്ലെ, ഒരു വീട്ടിൽ 2 ബ്രാക്കറ്റ് വേണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാക്കറ്റിൽ തന്നെ നമുക്ക് എഴുതാം. ഞാൻ ഇവിടെ എഴുതും തൽക്കാലം m L⁻⁻3. ദാറ്റ് ഈസ് ഡെൻസിറ്റി m L⁻⁻3. ശരിക്കും നമുക്ക് ഇത് കാണാതെ പഠിക്കണം. ഇനി m L⁻⁻3 എല്ലാത്തിൻ്റെയും അറിയേണ്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ ഇത് വെച്ചിട്ടും കൊണ്ടാണ് അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത്. അപ്പൊ ഡെൻസിറ്റിന്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയമെൻഷൻ എന്താണെന്ന് നമുക്ക് അറിയണം. ദാറ്റ് ഈസ് m L⁻⁻3. എന്താടാ, m L⁻⁻3. ഞാൻ പറയുന്നത് കുറെ കഴിയുമ്പോൾ നമുക്ക് ബൈഹാർട്ട് ആവും കേട്ടാ. ഇത് കൂടെ പഠിക്കുമ്പോൾ നമുക്കത് ബൈഹാർട്ട് ആയിക്കോളും, നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടാ. ഓക്കെ. ഇനി അടുത്ത സെക്ഷനാണ് വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ. ഇവരൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാടാ. അടുത്താണ് വെലോസിറ്റി അല്ലെ. വെലോസിറ്റി ഇപ്പൊ എല്ലാവർക്കും നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ. വെലോസിറ്റി വേഗത അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ബൈ എന്താടാ, ടൈം ആണ് അല്ലെ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ഓടുന്നു ബൈ ടൈം. ഇപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും. എടാ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എങ്ങനെ കാണാം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അകലമല്ലേ അല്ലെ, അകലം അല്ലെങ്കിൽ അപ്പൊ അതിനെ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, ഇത്ര നീളം എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്നാണ് അല്ലെ. ഞാൻ എത്ര വട്ടം സഞ്ചരിച്ചു, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. എന്റെ അകലം, ഞാൻ എത്ര വട്ടം ഓടി. അപ്പൊ അതിനെ നമുക്ക് നമ്മൾ ഇനി ഇന്റലിജന്റ് ഉപയോഗിക്കാം. ലെങ്ത് ആണല്ലോ ഡിസ്പ്ലേസ്മെന്റിനെ അളക്കുക അല്ലെ, അതിന്റെ ഡയമെൻഷൻ ഇനി ടൈം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്, നമുക്കറിയാം ടൈമിന്റെ എന്താണ്, നിങ്ങൾ പറ. ടി ആണ്. എസ് എന്നൊന്നും ആരും എഴുതി വെക്കരുത് കേട്ടാ, ടി ആണ് മക്കളെ, മനസ്സിലായ. നമുക്ക് എസ് എന്നൊക്കെ വരാൻ പറ്റും അങ്ങനെ തോന്നും കേട്ടാ. ലെങ്ത്, മാസ്, LMT ആദ്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ലെങ്ത് എല്ലാടാ, മാസ് എമ്മാടാ, ടൈം ടി ആണ്. ആ ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് കറന്റ് ആംപിയർ ആണ് അല്ലെ, കാൻഡില അല്ലെ, ലൂമിനസ് ആണ്. നമുക്ക് നിങ്ങൾക്ക് പഠിക്കാം അല്ലെ, ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ടി ആണ്. എസ് എന്ന് എഴുതരുത് കേട്ടോ, എസ് എന്ന് എഴുതിയാൽ തെറ്റിപ്പോവും. ഇനി ഈ ടി മുകളിലോട്ട് വന്ന ടി ഇവിടെ ഓൾറെഡി പണ്ടമ്മ 1 ഉണ്ട്. മുകളിലോട്ട് വന്നാൽ എന്താ LT⁻⁻1. ടി അങ്ങോട്ട് വന്നാൽ T⁻⁻1. അതുകൊണ്ടാണ് L × T⁻⁻1 എന്ന് എഴുതി. LT⁻⁻1 ആണ്. ഇനി അടുത്തതാണ് നമുക്ക് സ്പീഡ് എന്ന് പറയും. സ്പീഡ് കാണാൻ വേണ്ടിട്ട് ഒരു സാധനത്തിന്റെ സ്പീഡ് കാണാൻ നിങ്ങൾ നോർമലി ആലോചിച്ച് നോക്കെ. ഇപ്പൊ എന്റെ സ്പീഡ് കാണുകയാണെങ്കിൽ എന്താ, ഞാൻ എത്ര സ്പീഡിലാണ് പോയത് ബൈ ടൈം. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താടാ, ഡിസ്റ്റൻസ് ബൈ ടൈം. സാറേ ഈ ഡിസ്റ്റൻസ് ബൈ ടൈം കുറെ വരുന്നുണ്ടല്ലോ. റൈറ്റ് ആണ്, ഇവിടെയും വന്നു. വെലോസിറ്റിയുടെ LT⁻⁻1 ആണ്. അപ്പൊ ഷുവർ ആണ് സ്പീഡിന്റെയും എന്തെന്നെ വരിക, LT⁻⁻1 തന്നെ വരേ. അപ്പൊ കാരണം ഡിസ്റ്റൻസ് എന്താ നമ്മള് ലെങ്ത് ആണ്. ടൈം എന്താണ്, T ആണ്. സോ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വരോടാ, L × T⁻⁻1. സെയിം മെത്തേഡ് തന്നെ വരിക എടാ. ഇനി ആക്സിലറേഷൻ, അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത് ആക്സിലറേഷൻ. എടാ ആക്സിലറേഷൻ ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യടാ. ആക്സിലറേഷൻ അവിടെ സ്പേസ് ഇല്ല. ഓക്കെ, ഞാൻ ഇവിടെ അടുത്ത് നമ്മൾ നോക്കുന്നത് ആക്സിലറേഷൻ കേട്ടോ. വളരെ സിമ്പിൾ ആടാ ആക്സിലറേഷൻ. ഓക്കെ, എടാ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആണ്.
അതായത് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി, ആക്സിലറേഷൻ പറയാൻ അങ്ങനെയുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി നോട്ട് ചെയ്തോട്ടോ, ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഡിവൈഡ് ബൈ, അതിൽ മാറ്റല്ലടാ നമുക്ക് ടൈമാണ്. എപ്പോഴും താഴ്ഭാഗം എപ്പോഴും ഒരു ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ താഴെ ടൈമാണ് റിപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ചേഞ്ചിങ് വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി എന്നൊക്കെ പറയാം. എടാ ചേഞ്ചിങ് വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി നമ്മൾ എന്താ പറഞ്ഞത്? വെലോസിറ്റി നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ? സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി എന്താ? നമ്മളെ LT⁻⁻1 ആണ്. നേരത്തെ നമ്മള് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി എന്ന് പഠിച്ചോ, വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി നമ്മൾ പറഞ്ഞ എന്താടാ? LT⁻⁻1 ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താടാ? T ആണ്. ഈ T മുകളിലോട്ട് വന്നാൽ എന്ത് വരൂടാ? L into T⁻⁻1 into T⁻⁻1 വരും. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കുക, L into എടാ A⁻m into A⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇത് ബേസിക്കലി മാത്സ് ആടാ, ശ്രദ്ധിച്ചോ. A⁻m into A⁻n, ഈ എയും എയും ഒരേപോലത്തെ ആളാണെങ്കിൽ നമുക്ക് മാത്സിൽ എങ്ങനെ എഴുതാടാ? A⁻m+n എഴുതാം. അതേപോലെ L⁻1 into L⁻−1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 അല്ലേ പറഞ്ഞത്? L⁻1+−1 പ്ലസും മൈനസും വന്നാൽ എന്താ അവിടെ? മൈനസ് ആവും അല്ലെ? L⁻ എന്താവൂടാ? 0 ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യടാ? നമുക്ക് വരാം അല്ലെ? സോറി ഇവിടെ രണ്ടും -1 ആണ് അല്ലെ? ഓക്കെ, ഇതിന്റെ ആൻസർ കറക്റ്റ് ആണ്. L⁻1 into L⁻−1 ആണല്ലോ നമുക്ക് ഇവിടെ കാണാനുള്ളത് അല്ലെ? ഇവിടെ L-ന് പകരം T ആണ്. T⁻⁻1 T⁻⁻1 obviously T⁻⁻1 plus -1 that is പ്ലസും മൈനസും കൂടെ വന്നാൽ മൈനസ് ആവും കേട്ടോ. അപ്പൊ -1 എന്താടാ? T⁻⁻2 എന്താടാ? -2. അപ്പൊ ഇവിടെ എന്ത് വരടാ? L into T⁻⁻2 അതാണ് അതിന്റെ ഡയമെൻഷൻ വരിക. ഏതിന്റെ? ആക്സിലറേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വെലോസിറ്റി എന്താ, സ്പീഡ് എന്താ, ആക്സിലറേഷൻ എന്താന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്തതാണ് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് എന്താടാ? ഫോഴ്സ്, മൊമെന്റം, പവർ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നതാ ഫോഴ്സ് എന്താ, അതുപോലെ തന്നെ മൊമെന്റം എന്താ, പവർ എന്താന്നൊക്കെ നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കേടാ. സോ നെക്സ്റ്റ് മൊമെന്റം. ബിഫോർ മൊമെന്റം ഫോഴ്സ് പഠിക്കാം അല്ലെ? ഫോഴ്സ് എന്താന്ന് പറയാം, അതിനുശേഷം എന്താടാ നമുക്ക് മൊമെന്റത്തെ പറ്റിയിട്ടൊക്കെ പറയാം. ഓക്കെ, സോ ഫോഴ്സ്. എടാ ഫോഴ്സ് പഠിക്കാൻ എളുപ്പമുണ്ടാ? F = മാ. നമ്മൾ ഫ്രൂട്ടി ഒക്കെ വാങ്ങിക്കൂലേ? നമ്മൾ ഫ്രൂട്ടി കളയാം മാ. അപ്പൊ ഫോഴ്സ് F = മാ. ഓക്കെ, F = മാ. പഠിക്കാൻ എളുപ്പല്ലേ? എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ? സോ നമ്മൾ ഓൾറെഡി പറഞ്ഞടാ, M നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാസ് എന്താണ്? നമ്മൾ M ആണ്, അതിൽ മാറ്റില്ല. മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ M ആണ്. MLT നമ്മൾ പറഞ്ഞു. മാസ് M ആണ്, ലെങ്ത് L ആണ്, ടൈം T ആണ്. MLT. എടാ ഇനി A നമ്മൾ ഓൾറെഡി ആക്സിലറേഷന്റെ പറ്റി പറഞ്ഞിട്ടുള്ളടാ. നമ്മൾ എന്താ പറഞ്ഞത്? L into LT⁻⁻2 നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മളിപ്പോ നേരത്തെ ഇവിടെ എഴുതിയില്ലേ? ഇപ്പൊ ലാസ്റ്റ് ചെയ്തില്ലേ? ദാറ്റ് ഈസ് ആക്സിലറേഷൻ. അത് L into T⁻⁻2 ആണ്. അപ്പൊ ഇവിടുത്തെ റിസ്ക് എന്താണ്? നമ്മൾ കണക്റ്റഡ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പൊ ഈ ആക്സിലറേഷൻ പഠിച്ച വാല്യൂ ആണ് ഇവിടേക്ക് തട്ടിക്കൊടുക്കുന്നത്. ദാറ്റ് ഈസ് L into T⁻⁻2. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ല, MLT⁻⁻2. വേറെ ഏതെങ്കിലും ഒരേപോലത്തെ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താടാ? MLT⁻⁻2 എന്താടാ? -2 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആടാ മൊമെന്റം. എട്ടാമത്താണ് നമ്മൾ പഠിക്കുന്നത്. എന്താടാ? മൊമെന്റം. തളരരുതിട്ട മക്കളെ, തളരരുത്. രാമൻകുട്ടി എന്ന് പറയില്ലേ? തളരരുതേ. മൊമെന്റം. എടാ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താടാ? P = mv ആടാ. P മൊമെന്റം. സാറേ മൊമെന്റ് M. എടാ മൊമെന്റം ഒരുപാട് സ്ഥലത്ത് M ഉപയോഗിച്ചതുകൊണ്ടാണ് ലെറ്റർ മാറ്റി പിടിച്ചത്. P എന്ന് പറയുന്ന ലെറ്റർ. മൊമെന്റം എന്ന് പറഞ്ഞാൽ mv ആടാ. mv. ഓക്കെ, മാസിന്റെ M ആണ്, എല്ലാവർക്കും അറിയാം M ആണ്. V എന്ന് പറയുന്നത് എന്താടാ? നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ പഠിച്ചില്ലടാ. എവിടെ? നമ്മൾ ഇതിന്റെ മുന്നേ നമ്മൾ പഠിച്ചില്ലടാ. അതൊക്കെ നമ്മൾ പഠിച്ചില്ലടാ. ഇവിടെ ഏരിയ. നമ്മൾ നേരത്തെ വോളിയം, ഏരിയ, ഡെൻസിറ്റി, വെലോസിറ്റി ഇവിടെ ഉണ്ടാവുമല്ലോ. മിസ്സായി പോയാ വെലോസിറ്റി ഞാൻ ഇവിടെ വായിച്ചു തോന്നല്ലേ? ഓക്കെ,
ഓക്കെ, ഇവിടെ വെലോസിറ്റി ഞാൻ വായിച്ചു നേരത്തെ. അതായത് കാണാതെ എല്ലാവർക്കും അറിയാം മക്കളെ, എന്താണ് വെലോസിറ്റി? LT raised to -1, LT raised to -1. സോ അത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ MLT raised to -1. അത്രയുള്ള ആൻസർ കേട്ടോ, MLT raised to -1. ഇതൊക്കെ ബാക്കുമായിട്ട് കണക്ട് ചെയ്യാം, മനസ്സിലായോ? നേരത്തെ ഞാൻ വെലോസിറ്റി എഴുതി വായിച്ചടാ, നിങ്ങൾ എഴുതി കാണും. സോ ജസ്റ്റ് കണക്ട് ചെയ്യാം, എല്ലാം ബാക്കിലോട്ട് പോയിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യാം. ഓക്കേടാ. ഇനി എന്താണല്ലേ, മൊമെന്റം പറഞ്ഞു. ഇനി പവർ ആണ്. പവറിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. എന്താടാ പവർ? പറ മക്കളെ, പവർ എത്രാമത്തേടാ? 9ാമത്തെ നമ്മൾ പഠിക്കുന്നതാടാ പവറിനെ പറ്റിയിട്ട്. മക്കളെ പറ, പവറിനെ പറ്റി പറ. പവർ എപ്പോഴാടാ കിട്ടുക? നമുക്ക് നല്ല പവറുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, നമുക്കൊരു വർക്ക് തന്നു, എനിക്കൊരു വർക്ക് തന്നു, വേറൊരു A എന്ന് പറയുന്നത് ഞാൻ, B എന്ന് പറയുന്നത് വേറൊരാള്, 2 പേർക്ക് നമുക്ക് വർക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ നന്നായി വർക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ എങ്ങനെ, എനിക്ക് നല്ല പവർ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കാം? പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. നമുക്കൊരാൾക്ക് എളുപ്പം മനസ്സിലാക്കിയോ? പവർ, എനിക്ക് നല്ല പവർ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണത്, ഞാൻ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആള്, മറ്റോ വളരെ വീക്കാ, വേഗത്തിൽ വർക്ക് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ വർക്ക് ബൈ ടൈം അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എളുപ്പടാ. വർക്ക് ബൈ ടൈം ആടാ എന്ത് നമുക്ക് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് പവർ എന്താന്ന് നോക്കാം, വർക്ക് ബൈ ടൈം എന്താണെന്ന് നമ്മൾ പറയണം. അപ്പൊ വർക്ക് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ഓക്കേടാ. അപ്പൊ നമുക്ക് ബിഫോർ നമ്മൾ വർക്ക് ഒന്ന് ഡിറൈവ് ചെയ്യണടാ. ഓക്കെ, വർക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വർക്ക് എന്താന്നുള്ളത് നമുക്ക് പറയാം. എടാ, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പഠിക്കും മക്കളെ. എടാ, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. എടാ, ഫോഴ്സ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു അല്ലെ, F ഈക്വൽ ടു നമ്മൾ ഡിറൈവ് ചെയ്തത് എന്താണ്? MLT raised to -2 നമ്മൾ ഡിറൈവ് ചെയ്തു. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസിൽ വിട്ടു എന്നാണ്, അകലം എന്നാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത് എന്ന് കൊടുത്താൽ മതി, L ആണ്. അപ്പൊ നമ്മളത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്തൂരടാ? M ഇൻറ്റു L ഇൻറ്റു L എന്തൂരടാ? L² T raised to -2. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? വർക്കിന്റെ എന്ത് കിട്ടൂടാ? ML² എന്ത് കിട്ടൂടാ? T raised to -2 കിട്ടും. എടാ, ഇനി കിട്ടിയ വർക്കാണ് ഇവിടെ തട്ടുന്നത്. വർക്ക് എന്താണ്? ML² T raised to -2 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ മക്കളെ എന്താടാ? T ആണ്. ഈ T മുകളിലോട്ട് പോടാ. ഈ T മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പോടാ? മാത്തമാറ്റിക്കൽ എന്തുവാടാ? M² നോക്കടാ, ML² T raised to -2 T raised to -1. ഫൈനലി ML² T raised to -2 -1 അല്ലെ, A raised to M plus N എന്ന് പറഞ്ഞാൽ അല്ലെ, -2 plus -1 that is -2 -1. അപ്പൊ എന്ത് കിട്ടൂടാ? ML² T raised to എന്ത് കിട്ടൂടാ? -3. ML² എന്ത് കിട്ടൂടാ? T raised to -3 കിട്ടും. ഓക്കേടാ. അപ്പൊ നമുക്ക് പവറായി, മൊമെന്റമായി, ഫോഴ്സ് ആയി, എല്ലാം ആയി. അപ്പൊ കറക്റ്റ് നോട്ട് ചെയ്യാം, ഓരോ കാര്യങ്ങളും അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ത് ചെയ്യടാ? കറക്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ മക്കളെ. നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് പ്രഷർ എന്താണ്, അതുപോലെ തന്നെ വർക്ക് എന്താന്നുള്ളതാണ്. പ്രഷർ. എടാ, പ്രഷർ എന്ന് പറഞ്ഞാൽ 10ാമത്തെ നമ്മൾ നോക്കുന്നത് പ്രഷർ. എടാ, പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. അതായത് എനിക്ക് നല്ല പ്രഷറിൽ, ഇപ്പൊ ഞാന് ഒരു എന്താ പറയാ, ഒരു അലമാര അല്ലെ, നമ്മുടെ വീട്ടിലൊരു അലമാര, ഞാൻ അലമാരയെ തള്ളിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് നീക്കുന്നു. അപ്പൊ എനിക്ക് നല്ല പ്രഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, മർദ്ദം ഇങ്ങനെ കൊടുക്കാൻ പറ്റുക, പ്രഷർ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ കൊടുക്കുക, പ്രഷർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? നമ്മൾ എന്തിനാ പ്രഷർ കൊടുക്കുന്നത്? നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം അല്ലെ, നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം അല്ലെ. ആ സാധനം മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് കൊടുക്കണം, ഇത്തിരി ഏരിയയിൽ കൊടുക്കണം അല്ലെ, നമ്മളൊരു ഏരിയയിൽ നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പൊ സിംപ്ലി പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താടാ? ഫോഴ്സ് ബൈ ഏരിയടാ. എന്താടാ? ഫോഴ്സ് ബൈ ഏരിയടാ. ഇനി ഏരിയ എന്ന് പറയുന്നത് ഫോഴ്സ് നമ്മൾ പഠിച്ചെന്താടാ? MLT raised to -2 ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ MLT raised to -2 ആണ്. ഏരിയ നമ്മൾ ആദ്യം പഠിച്ചു, ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു, L ഇൻറ്റു L എന്താടാ? L² ആണ്. അപ്പൊ ഈ L² മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പറ മക്കളെ, MLT raised to -2 ഇൻറ്റു എന്തുടാ? L raised to -2. ഓക്കേടാ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്തോ? ഇവിടെ മുകളിൽ ഒരു L, താഴെ 2 L, അത് മതി. അപ്പൊ എന്ത് കിട്ടും? MT raised to -2 by L കിട്ടും. അപ്പൊ ഈ L മുകളിലോട്ട് വന്നാൽ എന്ത് വരും? MT raised to -2 L raised to -2. ഓക്കെ, ആൻസർ എന്ത് കിട്ടൂടാ? MT raised to -2 L raised to -1.
ഈസി അല്ലടാ പ്രഷർ. ഓക്കെ എടാ വർക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ, വർക്ക് നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞില്ല വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ ഇനി എടത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാടാ, ഗ്രാവിറ്റിയുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ടടാ. അപ്പൊ നമുക്ക് അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല കാണുന്നത് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യടാ കഴിഞ്ഞു എന്ന് പഠിക്കാം. പക്ഷെ ഗ്രാവിറ്റിയുടെ എക്സാമിന് ചോദിക്കുന്നതാടാ, ഈ ഗ്രാവിറ്റി എവിടുന്നാ വരുന്നതെന്ന് അറിയോ? നമുക്ക് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ Gm1m2 എന്താടാ ആർ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലെ, എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ F ഈക്വൽ ടു എന്താടാ Gm1m2 ഡിവൈഡ് ബൈ എന്താടാ ആർ സ്ക്വയർ എന്നുള്ളതാണ്. അപ്പൊ മാത്തമാറ്റിക്കലി G ഇവിടെ നിർത്തി കഴിഞ്ഞാൽ, ന്യൂമറേറ്ററിൽ G നിർത്തി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ ഇവിടെ എന്ത് വരടാ, ഈ ഡിവിഷൻ ഇങ്ങോട്ട് വന്നാൽ ഇൻറ്റു ആണ്, ദാറ്റ് ഈസ് FR സ്ക്വയർ വരും, ഓൾ ഡിവൈഡ് ബൈ ഈ M1 M2 ന്യൂമറേറ്ററിലാ, ഇത് ഇങ്ങോട്ട് വരുമ്പോ എന്താ ഡിനോമിനേറ്ററിലോട്ടാ പോവാ, ദാറ്റ് ഈസ് എന്ത് വരടാ M1 M2 വരും. അപ്പൊ ജിയുടെ ഒരു ഇക്വേഷൻ നമുക്ക് ജനറലി കിട്ടി, എന്താടാ G ഈക്വൽ ടു എന്താടാ F ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡ് ബൈ M1 ഇൻറ്റു എന്ത് വരടാ M2. ഇത് ബേസിക്കലി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഫോഴ്സ് എന്താണെന്ന് നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. ഫോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് MLT⁻² ആണ്, MLT⁻² ആണ്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് അല്ലെ, നമുക്കറിയാം ലെങ്ത് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ലെങ്ത്, സിംപ്ലി നമുക്ക് എന്ത് പറയാം L സ്ക്വയർ എന്ന് പറയാം. മാസ് എടുക്കുക നമുക്ക് എന്തായിട്ടാടാ M ആയിട്ടാണ്. അപ്പൊ രണ്ട് മാസ് ഉണ്ട് അല്ലെ, M ഇൻറ്റു M, അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാലും മതി. സോ നമുക്ക് എന്ത് കിട്ടൂടാ, ഇവിടുന്ന് ഒരു എമ്മും ഇവിടുത്തെ ഒരു എമ്മിനും തട്ടിക്കളഞ്ഞോ, അപ്പൊ ഒരു എം പോയി. ഇനി ബാലൻസ് എന്താണ് ഉള്ളത്, ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ താഴത്തുള്ള എം മുകളിലോട്ട് വന്ന M⁻⁻1. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട്, ഒരു എല്ലും L സ്ക്വയറും ഉണ്ട് അല്ലെ, എല്ലിന്റെ പവർ 1 ആണ്, ദാറ്റ് ഈസ് L ഇൻറ്റു L സ്ക്വയർ എന്താടാ L³ എന്ന് പറയാം. പിന്നെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂടാ T⁻². വളരെ ഈസിയാണ്, ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. 12 എണ്ണം പഠിച്ചു എന്ന് പറഞ്ഞ കാര്യത്തില് 12 13 പഠിച്ചാലും എക്സാമിന് ഏറ്റവും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചോ, ഇക്വേഷൻ പഠിച്ചു വെക്കാൻ മാത്രമേ വേണ്ടുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കേടാ, സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലോടെ നമ്മൾ പോകുന്നതാ. അടുത്ത ടോപ്പിക്കാണ് എന്ത്, പ്രിൻസിപ്പിൾ ഓഫ് എന്താടാ ഹോമോജിനിറ്റി എന്ന് പറയും, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഓക്കെ, സോ കുറെ പേർക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ടെൻഷൻ ആവും, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സാർ, ഇതൊന്നും എന്റെ തലയിൽ കയറുന്നത്, കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് വന്നതാണ്, A+ ഒക്കെ ഉണ്ട്, പകുതി A+ ഉണ്ട്, അല്ലെങ്കിൽ ഫുൾ A+ ഉണ്ട്, പക്ഷെ എനിക്കിതൊന്നും പേര് കേൾക്കുമ്പോൾ പേടിയാണ്. കാരണം പേര് നിങ്ങൾ മെയിൻ ചെയ്യണ്ട, അത്രേ ആവശ്യമുള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതാടാ, ദ ഡയമെൻഷൻസ് ഓഫ് ഓൾ ദി ടേം ഓൺ ദി ടു സൈഡ്സ് ആർ ദി സെയിം ഇക്വേഷൻ. അതായത് എക്സാമിന് നമ്മളോട് ഇതാണ് ഇതിലെ ഏറ്റവും പവർഫുൾ ടോപ്പിക്, വെരി വെരി ഇമ്പോർട്ടന്റ്. അതായത് ഈ ചാപ്റ്ററിലെ വലിയ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ സെക്ഷനാണ്. വലിയ ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചാൽ വലുതൊന്നല്ല, സിമ്പിൾ ആണ്. 2 മാർക്ക് 3 മാർക്കിനും ചോദിക്കും, 3 മാർക്കോ എക്സാമിന് ചോദിക്കും കേട്ടാ. അത്രയും സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ദ ഡയമെൻഷൻ ഓഫ് ഓൾ ദി ടേംസ് ഓൺ ദി ടു സൈഡ്സ് ആർ ദി സെയിം ഇക്വേഷൻ. അതായത് നമുക്ക് ഒരു ഇക്വേഷൻ തരുവാടാ, നമുക്കിപ്പോ എന്താ പറയാ ഹാഫ് mv² എന്തെങ്കിലും ഒരു ഇക്വേഷൻ, ഒരു LHSഉം RHSഉം വോളിയം ഈക്വൽ ടു ഹാഫ് ഏരിയ ഈക്വൽ ടു എന്തെങ്കിലും LHSഉം RHSഉം ഉള്ള ഒരു ഇക്വേഷൻ തരും. ആ ഇക്വേഷൻ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ V = U + AT എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ, ഇത് മാത്രമല്ല അങ്ങനെ കുറെ ഉണ്ട്, ഞാൻ ഇവിടെ കാണിച്ചു തരാം. V = U + AT, ഹാഫ് mv² = mgh, അതുപോലെ T = 2π√, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 2π√L/G. അതുപോലെ സ്മോൾ ലെറ്റർ G = Gm/r². എടാ അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും, ഇതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്. വളരെ വളരെ ഈസിയാടാ, വളരെ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാല് അതിന്റെ LHS പാർട്ടും ലെഫ്റ്റ് പാർട്ടും RHS പാർട്ടും ഡയമെൻഷൻസുകൾ എന്താവണടാ, രണ്ട് സൈഡിലും ഡയമെൻഷൻ സെയിം ആണ്. അപ്പൊ ഇവിടെ L² ആണെങ്കിൽ ഇവിടെ എന്തെന്നെ ആവണം, L² ആണ്. അങ്ങനെ L² ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് DC ആണെന്ന് പറയാം, അതായത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം. LHSഉം RHSഉം ഈക്വൽ ആണെന്ന് സിംപ്ലി പറയാം, അത്രയേ ഉള്ളൂ. നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ചതാണ്,
വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ സിംപിൾ ഒരു ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂടാ. അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ എളുപ്പമാണ്. അത് നിങ്ങളെ തലമത് കയറും, വേഗം കയറും. 2 നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായ? അപ്പൊ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടിലോട്ടാണ് പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. നമുക്ക് നോക്കാം കേട്ടാ. അപ്പോ ഇതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ദ ഡയമെൻഷൻസ് ഓഫ് ഓൾ ദി ടേം ഓഫ് 2 sides ആർ ദി സെയിം ഇക്വേഷൻ. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എക്സാമിന് ചോദിക്കുകയാണ് വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നൊക്കെ ചോദിക്കാൻ ഒരു ചാൻസ് ഇല്ലായികയില്ല കേട്ടാ, ഇല്ലായികയില്ല. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി LHS RHSന്റെ ഡയമെൻഷൻസ് സെയിം ആണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്താൽ മതി. നിങ്ങൾക്ക് ഡെഫിനേഷൻ എഴുതാം. മനസ്സിലായ? ദ ഡയമെൻഷൻസ് ഓഫ് LHS ആൻഡ് RHS ആർ സെയിം എഴുതിയാൽ മതി. ഡയമെൻഷൻസ് ഓഫ് LHS ആൻഡ് RHS ആർ സെയിം, ദെൻ എന്ത് പറയാ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണെന്ന് പറയാം. മനസ്സിലായ? അങ്ങനെയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓർത്താൽ മതി. കാണാപാഠം പഠിച്ചില്ലെങ്കിൽ ആവശ്യമില്ല. ഓക്കെ, ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് വരിക. നമുക്ക് ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ എന്ന് പറയും. V = U + AT നമുക്ക് തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഡയമെൻഷനലി കറക്റ്റ് ആണോ, ഇതിന്റെ LHS പാർട്ടും RHS പാർട്ടും കറക്റ്റ് ആണോ ഇല്ലയെന്ന് നമ്മളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ V = U + AT ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എടാ V എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റിന്റെ LHS പാർട്ട് എന്താ? LT⁻⁻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 ⁻
പണി പാളി. അപ്പൊ നമ്മള് പണി പാളിയ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആടാ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അകലമാടാ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അകലം എന്ന് പറഞ്ഞാൽ എന്താ? പറ മക്കളെ. അകലത്തെ എന്താണ്? എല്ലല്ലേ അല്ലേ? എല്ലല്ലേ. ടൈം നമ്മൾ എന്താടാ പറയാ? ടി അല്ലേ? ടി മുകളിലോട്ട് വന്നാൽ എന്താടാ? LT⁻⁻1 അല്ലേ? ഇങ്ങനെയെങ്കിലും നമ്മൾ പിന്നെ കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പഠിക്കണം മക്കളെ, LT⁻⁻1. അതിനാണ് ഇതിന്റെ മുന്നത്തെ സ്റ്റെപ്പിൽ കണക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ LT⁻⁻1 ആടാ. LT⁻⁻1 ആണ്. അതുപോലെ തന്നെ യു എന്ന് പറഞ്ഞാൽ എന്താടാ? ഇത് വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ആണ്. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി വന്നാലും അത് എന്ത് തന്നെയാടാ? LT⁻⁻1 എന്ന് പഠിക്കാം. ഓക്കെ, പ്ലസ് അല്ലെങ്കിൽ സിംപ്ലി ഈക്വൽ. അപ്പൊ സാർ എന്താ സാറ് പ്ലസ് ഒക്കെ മാറ്റി സാർക്ക് തലക്ക് വട്ടായി, അത് സാറ് പിടിച്ച് ഈക്വൽ ആക്കുന്നത്? ഇനിയിപ്പോ പ്ലസ് എഴുതി പ്രോബ്ലം കേട്ടോ, പ്ലസ്. എടാ അതുപോലെ തന്നെ AT കൂടെ നമ്മൾ നോക്കണം. എടാ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആക്സിലറേഷൻ എന്താ? LT⁻⁻2 എന്താടാ? -2 ആടാ. അപ്പൊ ആക്സിലറേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാ LT⁻⁻2 ആണ്. ഇനി ടി ടൈം തന്നെയാണ്, ടി തന്നെയാണ്. ടൈം എന്താടാ? ടി തന്നെയാണ്. സോ ഫൈനലി LT⁻⁻1 ഈസ് ഈക്വൽ ടു LT⁻⁻1 പ്ലസ് എന്താടാ? L⁻T⁻2 പ്ലസ് 1. സാർ അതൊക്കെ ഇങ്ങനെ വന്നത് ഈ ടൈയുടെ മണ്ടമ്മ 1 ഉണ്ട്. അപ്പൊ T⁻2 രണ്ടും സെയിം അല്ലേ? അപ്പൊ -2 പ്ലസ് 1 ആഡ് ചെയ്യാം. അപ്പൊ ഫൈനലി ഇത് അത് തന്നെ പ്ലസ് എന്തിടാ? -2 പ്ലസ് 1 എന്താടാ? -1 ആണ്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക, എല്ലായിടത്തും എന്താ വരുന്നത്? LT⁻⁻1 LT⁻⁻1. സാറേ ഇവിടെ പ്ലസ് ആണോ? ഇവിടെ ആക്ച്വലി നമുക്ക് ഉദ്ദേശിക്കുന്നത് ഈക്വൽ എന്നുള്ളതാണ്. 3 സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ഈ പാർട്ടും സെപ്പറേറ്റ് ആണ് കൺസിഡർ ചെയ്യുക. എല്ലാ പാർട്ടും എന്താടാ? LT⁻⁻1 ആണ്. അതുകൊണ്ട് ഇക്വേഷൻ എന്താണ്? therefore the equation is dimensionally correct. ഡയമെൻഷനിൽ ഇതിന്റെ LHS മാർജസും എന്താടാ? കറക്റ്റ് ആണ്. എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. V = എന്താടാ? U + AT എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നു. അടുത്ത് നമുക്ക് നോക്കാം. ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ. ½ mv² = mgh എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ½ mv² = mgh എങ്ങനെ നോക്കാം? വളരെ ഈസി ആടാ. പക്ഷെ ബേസിക്കലി mgh നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയെന്ന് അറിയോ? mgh നമ്മൾ എന്ന് പറയുന്നത് എന്താടാ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മനസ്സിലായ? അതായത് ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജിയാണ് mgh, ദാറ്റ് ഈസ് PE. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, എടാ എനർജി എന്ത് വന്നാലും അത് ഇമ്പോർട്ടന്റ് ആടാ. അത് നമ്മൾ വർക്ക് അല്ലെങ്കിൽ എനർജി, രണ്ട് ബോത്ത് ആർ സെയിം. എടാ വർക്ക് എന്ന് വിളിക്കാം, ഈ വർക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? എനർജി എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ വർക്ക് എന്ന് എഴുതിയില്ലേ? ഈ വർക്കിനെ എനർജി എന്ന് വിളിക്കാം. എടാ എന്ത് എനർജി വന്നാലും കൈനറ്റിക് എനർജി ആവട്ടെ, പൊട്ടൻഷ്യൽ എനർജി ആവട്ടെ,
വർക്ക് ആവട്ടെ എനർജി ആവട്ടെ. അപ്പൊ നമ്മൾ വർക്കിനെ കണ്ടുപിടിച്ച് നമ്മൾ നേരത്തെ ഇക്വേഷനിലെ അത് നമ്മൾ പഠിച്ചു വെക്കണ്ട. എന്താണ് ml² t⁻². എന്താടാ ml² t⁻². അപ്പൊ നിങ്ങൾ MGH കാണാൻ പോണമെന്നില്ലടാ. ഈ എനർജിയിൽ എൻഡ് ചെയ്യണ എല്ലാത്തിനും നിങ്ങൾ പഠിച്ചു വെച്ചോ. എന്ത് ml² t⁻². അത് നമ്മൾ വർക്കിൽ നമ്മൾ ഡിറൈവ് ചെയ്തടാ. വർക്ക് അല്ലെങ്കിൽ എനർജി ബോത്ത് ആർ സെയിം. ml² t⁻². അപ്പൊ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താടാ ml² t⁻² നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ എന്ത് എനർജി ആണെങ്കിലും അതാണ്. എടാ കോൺസ്റ്റന്റ് വരുമ്പോ മെയിൻ ചെയ്യരുത്. കോൺസ്റ്റന്റിനൊക്കെ ഒഴിവാക്കുക. കോൺസ്റ്റന്റ് ഒന്നും വേണ്ട. മാസ് എന്ന് പറഞ്ഞാൽ m ആണ്. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT⁻⁻1 ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് LT⁻⁻1. അതിന്റെ 2 പവർ 2. അപ്പൊ എന്ത് വരടാ m അതുപോലെ L² t⁻⁻1 × 2 എന്താടാ -2 അല്ലെ? മാത്സിൽ എന്താടാ -1 × 2 -2. സോ രണ്ട് സൈഡിലും എന്താടാ ml² t⁻⁻2. അപ്പൊ നമുക്ക് എന്ത് പറയാം DC ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ് ആണ്. therefore നേരത്തെ എഴുതിയ പോണതിൽ നിങ്ങൾ എഴുതിക്കോ ഡയമെൻഷനലി എന്താടാ LHS ഉം RHS ഉം എന്താടാ കറക്റ്റ് ആണ്, ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ മക്കളെ, സോ അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. T = എന്താടാ T=2π√L/g. എല്ലാവർക്കും പേടിയാണ് റൂട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേന് ചെറിയ ടെൻഷനൊക്കെ എല്ലാവർക്കും പ്രശ്നം വരണ്ട. വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. സോ T=2π√L/g എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എടാ നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ ബേസിക്കലി നമ്മൾ ഒരു കാര്യം പഠിക്കണടാ. ഫസ്റ്റ് നമ്മള് റൂട്ട് കളയണം അല്ലെ? റൂട്ട് കണ്ടാൽ റൂട്ട് കളയാൻ എല്ലാവർക്കും അറിയാടാ. എന്ത് സ്ക്വയർ ചെയ്യുക അല്ലെ? സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്. മാത്തമാറ്റിക്സ് റൂൾ ആണ് അടുത്ത് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെയും സ്ക്വയർ അപ്ലൈ ചെയ്യുക, ഇവിടെയും സ്ക്വയർ അപ്ലൈ ചെയ്യാം അല്ലെ? പിന്നെ ഇവിടെയും ഉണ്ട്. എവിടെയൊക്കെ കാണണം അവിടെയൊക്കെ സ്ക്വയർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ആഗ്രഹിച്ച പോലെ സ്ക്വയറും റൂട്ടും കട്ടാവും അല്ലെ? സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടോടാ? സിംപ്ലി T² = 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4 ആണ്. π². സ്ക്വയറും റൂട്ടും വെട്ടിക്കഴിഞ്ഞാൽ അത് പോയി. പിന്നെ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? L/g എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? L/g മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ഇവിടുത്തെ റൂട്ട് പോയി. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. കാരണം ഇതിന്റെയൊക്കെ വാല്യൂ നമ്മൾ കൊടുക്കുന്നതോട് കൂടെ നമുക്ക് എന്താടാ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് കോൺസ്റ്റന്റിനെ ഒഴിവാക്കാം. 4π² ഒഴിവാക്കാം അല്ലെ? 4 കോൺസ്റ്റന്റ്, π കോൺസ്റ്റന്റാ. സോ L/g മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. എന്ത് എഴുതാന്? ഡയമെൻഷൻ എഴുതാൻ വേണ്ടി. കോൺസ്റ്റന്റിന് നമ്മൾ ആവശ്യമില്ലടാ. ഇനി ടൈമിന്റെ എല്ലാവർക്കും പറയാം T4 ടൈം ആണ്, T തന്നെയാണ്. സോ T². LHS ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി RHS ഡയമെൻഷൻ കിട്ടാൻ വേണ്ടിട്ട് L എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാടാ ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താടാ? പറ മക്കളെ, ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താടാ? നമ്മള് ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ് അല്ലെ? എല്ലാവർക്കും അറിയാം അല്ലെ? ഇനി ഗ്രാവിറ്റിയുടെ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചടാ. ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ എന്താന്ന് നമ്മൾ പഠിച്ചു. എന്താടാ? L × t⁻⁻2 ആണ്. L × t⁻⁻2 ആണ്. സോ ഒബ്വിയസ്ലി L എന്താടാ? ക്യാൻസൽഡ് ആവും. ഫൈനലി T² എന്ന് പറഞ്ഞാൽ പറ മക്കളെ 1/t⁻². t⁻² മുകളിലോട്ട് പോയാൽ എന്താടാ? പറടാ T² ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാടാ DC ആണ്. ഡയമെൻഷനലി എന്താടാ ആക്ച്വലി ഇത് എന്താടാ കറക്റ്റ് ആണെന്ന് ക്ലിയർ ആയി. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? സോ ഫൈനൽ വണ്ണിലോട്ടാണ് നമ്മൾ പോകുന്നത്. ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ. സ്മോൾ ലെറ്റർ g = gm/ എന്താടാ r² ആണ്. സോ ഗ്രാവിറ്റിയുടെ ഓൾറെഡി ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സാധനം LT⁻⁻2 ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ ഗ്രാവിറ്റി. ഗ്രാവിറ്റി g നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമ്മൾ നേരത്തെ ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ വെച്ചിട്ട് ഓൾറെഡി കണ്ടതാണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് gm ആണ്. അപ്പൊ g എന്ന് പറയുന്നത് എന്താടാ? ഗ്രാവിറ്റി ആണ് അല്ലെ? ഇത് അങ്ങോട്ടൊന്നും മാറരുതിട്ടാ. ഈ g എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് LT⁻⁻2 ആണ്. മനസ്സിലായില്ലേ? ഇനി ക്യാപിറ്റൽ ലെറ്റർ G എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. രണ്ടും രണ്ടാണ് കേട്ടോ. സ്മോൾ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ ജിയും വ്യത്യാസമുണ്ട്. സ്മോൾ ലെറ്റർ G എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ദാറ്റ് ഈസ് LT⁻⁻2. ഇനി ക്യാപിറ്റൽ ലെറ്റർ G നമ്മൾ നേരത്തെ മുന്നേ കണ്ടതാണ്. G = നമ്മളെ G അല്ലെ? ഫോഴ്സിന്റെ G × നമ്മൾ പഠിച്ചില്ലേ? ആ ഗ്രാവിറ്റേഷണൽ G കോൺസ്റ്റന്റ് ആ G ആണ്. ആ Gയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ വലുതായിട്ട് നമ്മൾ പഠിച്ചതാണ്. എന്ത്? m⁻². നമ്മൾ നേരത്തെ അടിപൊളിയിൽ പഠിച്ചു. എന്താണ്? m⁻⁻1 L³ t⁻⁻2 എന്ന് നമ്മൾ പഠിച്ചു. m⁻⁻1 L² t⁻⁻2 എന്താടാ? -2. ഇനി m എന്ന് പറഞ്ഞാൽ മാസ് ആണ്. അത് എന്ത് തന്നെയാണ്? m തന്നെയാണ്. ഓൾ ഡിവൈഡഡ് ബൈ റേഡിയസ്. r ലെങ്ത് ആണ്. അപ്പൊ അതുകൊണ്ട് അതെന്താണ്? ലെങ്ത് L² ആണ് വരിക. ഒറ്റയടിക്ക് ഞാൻ L² എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ.
സോ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യടാ ആൻസർ കിട്ടും. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എല്ലാവരും. അപ്പൊ എൽ സ്ക്വയർ എൽ ക്യൂബിൽ കട്ട് പിടിക്കും. ഇവിടെ എൽ സ്ക്വയർ എൽ ക്യൂബിൽ കട്ടായി. പിന്നെ എം റേസ് ടു -1 എം, ഇവിടെ പവർ 1 ഉണ്ട്, അപ്പൊ അത് ക്യാൻസൽ ആവും അല്ലെ. എം റേസ് ടു -1 +1 ആയിട്ട് അത് ഓട്ടോമാറ്റിക് ക്യാൻസൽ ആവും. പിന്നെ അവിടെ ഒരു എൽ ഉണ്ടടാ, പിന്നെ ടി റേസ് ടു -2 ഉണ്ട്. അപ്പൊ ഇത് -1 +1 0, ദാറ്റ് ഈസ് എം പവർ 0 എൽ ടി റേസ് ടു -2. എനിത്തിങ് പവർ 0 1 ആണ്. സോ ഫൈനൽ ആൻസർ എന്താടാ എൽ ടി റേസ് ടു -2 ആണ്. എൽ എച്ച് എസ് കിട്ടാ. ആർ എച്ച് എസും എന്തിനാടാ അല്ലെ, എൽ എച്ച് എസും സെയിം ആണ്, ആർ എച്ച് എസും സെയിം ആണ്. എൽ ടി റേസ് ടു -2 ആണ് എൽ എച്ച് എസ്. ആർ എച്ച് എസ് നമുക്ക് എന്ത് കിട്ടിയടാ എൽ ടി റേസ് ടു -2 ആണ്. വളരെ ഈസി. അപ്പൊ നമുക്ക് എന്ത് പറയടാ, ഇതും ഡി സി ആണ്, ഡയമെൻഷനലി എന്താടാ ഇതും കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കേടാ. അത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഓക്കെ എടാ, ചാപ്റ്റർ കഴിഞ്ഞടാ ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനലൈസിസ്. എക്സാമിന് ചിലപ്പോ നിങ്ങളോട് ചോദിക്കാം, ചിലപ്പോ ലിമിറ്റേഷൻസ് ആടാ. എടാ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രടാ, ഇതിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മോർ ദാൻ, അപ്പൊ ഇതിന്റെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ അപൂർവങ്ങളിൽ ഇത് വരുള്ളൂ കേട്ടോ. വലിയ പ്രയോജനം കൊടുത്ത് പഠിക്കണ്ട, കാണാതെ പഠിക്കണ്ട, പഠിച്ചു വെച്ചോ ജസ്റ്റ്. ഇറ്റ് ഈസ് ഫെയിൽസ് വെൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി. അത് മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടെത്തുന്നതിൽ ഇതെന്താണ് ഫെയിലിയർ ആണ്. മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫൈൻഡ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റാണ്. ഇറ്റ് ഫെയിൽ വെൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതുപോലെ പിന്നുള്ളത് എന്താ വെച്ചാൽ വി കനോട്ട് ഡിറൈവേറ്റ് ഫോർമുല കണ്ടെയ്നിങ്. നമ്മളെ മാത്സിന്റെ കുറെ കാര്യങ്ങൾ ഉണ്ടടാ, അതായത് ഫങ്ഷൻസുകള്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസുകൾ, അതായത് ലോഗരിതമിക് ഫങ്ഷൻസുകൾ, അതുപോലെ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസുകൾ. അപ്പൊ ഇത്രയും ഫങ്ഷൻസുകൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഫോർമുല ഡിറൈവ് ചെയ്യുന്ന കേസ് ഒക്കെ എന്താണ്, ഇത് ഫെയിലിയർ ആണ്. അപ്പോൾ അത്രയും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം എന്നില്ല. 2 ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ എന്താണ് വേണമെങ്കിൽ നോട്ട് ചെയ്താൽ ഞാൻ പറയാം. ഇറ്റ് ഫെയിൽസ് when the physical quantity depends on more than 3 physical quantity. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, we cannot derive formula containing like trigonometric function, logarithmic function, exponential function. അപ്പൊ ഇത്രയും ഫങ്ഷൻസ് ഒക്കെ അടങ്ങിയ ഒരു ഫോർമുല ഉണ്ടാവും. ആ ഫോർമുലയുടെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാർച്ചസും ചെക്ക് ചെയ്യുന്നതിലൊക്കെ എന്താണ് ഇത് ഫെയിലിയർ ആണ്. അങ്ങനത്തെ ഒന്നും നമുക്ക് എന്താണ് ഫെയിലിയർ ആണ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലീവ് ചെയ്താലും കുഴപ്പമില്ലടാ. അതല്ലാത്ത എല്ലാ ടോപ്പിക്കും നമുക്ക് 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. 2 പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് ഉറപ്പാണ് ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇതെല്ലാം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇനി വരാനില്ലടാ. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷത്തെ എക്സാമിന് ഫുൾ മാർക്ക് കിട്ടും. ക്ലാസ് കാണാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യണം, സാർക്ക് ഒരു ലൈക്ക് അടിക്കാം. നിങ്ങളുടെ ലൈക്കാണ് സാറിന്റെ പ്രചോദനം, വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. നിങ്ങൾ ലൈക്ക് അടിക്കാതെ പോയി കഴിഞ്ഞാൽ സാർ തണുത്ത് പോകും. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ സാർക്ക് എന്താടാ നിങ്ങളൊരു പ്രചോദനമാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പ് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ, അതൊന്നും മറക്കണ്ട. ഓക്കേടാ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ത് ചെയ്യടാ, അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് ഡെറിവേഷൻ ഒക്കെ സൂപ്പർ ആക്കടാ. സാറ് മാത്സിന്റെ കൂടെ ഒരു അധ്യാപകനാണ്, 13 വർഷമായി മാത്സിൽ കളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഫിസിക്സിന്റെ കംപ്ലീറ്റ് സെറ്റപ്പ് ഞാൻ ക്രാക്ക് ചെയ്ത് തരാം. മാത്സിലൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യടാ ഡെറിവേഷൻ ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങളെ. ഓക്കേടാ. അടുത്ത പാർട്ടിൽ കാണാം, അടുത്ത ചാപ്റ്ററിൽ കാണാം. ഓക്കേടാ.